മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എന്താ പറയാ എന്റെ ആത്മാവിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. അത് വലിയൊരു സന്തോഷമാണ്. അതിന് ആൽക്കഹോളിക് അനോണിമസിനും ഞാൻ മനസ്സിലാക്കിയ നാണരിത കടവുൾ ആ ദൈവത്തിനും ഇന്ന് നന്ദി പറയാണ്. ഇന്നൊരു പുതിയ ആളുണ്ടെന്ന് പറഞ്ഞു, വിപിൻ. ഏതായാലും വിപിൻ ചേട്ടനെയും, ഞാനും വയനാടാണ്. ഇതിപ്പോ സ്ഥലത്തിന്റെയോ ഇതിന്റെ ഒന്നുമല്ല, ഒരു കുഴപ്പമൊന്നുമില്ല. കാരണം എവിടെയായാലും ശരി ഈ പ്രസവ വേദനയൊക്കെ ഒരേപോലെയാണെന്ന് പറയുന്ന പോലെ മദ്യാസക്തരൊക്കെ അനുഭവിക്കുന്ന വേദനകൾ എല്ലാം സെയിം ആണ്, പല സ്ഥലത്താണെന്നുള്ളൂ. എന്തായാലും ഇതിൽ എത്തിപ്പെടാൻ പറ്റി, അത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം എനിക്ക് ഇതേപോലെ സാന്റോ ഒക്കെ പറഞ്ഞ പോലെ ഇതിന്റെ ഉള്ളിലേക്ക് ആദ്യത്തെ ദിവസം വന്നിരുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന അറിയില്ല സുഹൃത്തുക്കളെ. ആ ഒരു കണ്ടീഷനിലാണ് ഇതിൽ വന്നിരുന്നത്. ഏതായാലും ദൈവം കൊണ്ടുവന്ന് എത്തിച്ചതാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇനി ഒരു പെഗ് അടിച്ചാൽ ചത്തു പോകുന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞാനൊക്കെ എത്തിപ്പെടുന്നത്. അപ്പോ ആ ഒരു കണ്ടീഷനിൽ നിന്ന് ഈ ഒരു നല്ലൊരു നിലയിലേക്ക് എന്റെ ചിന്തകളൊക്കെ മാറ്റാൻ ആ ഒരു വലിയ ശക്തി, അതാണ് ആൽക്കഹോളിക് അനോണിമസിൽ എനിക്ക് മുന്നോട്ട് പോകാനൊക്കെ സഹായിക്കുന്നത്. അപ്പൊ ദൈവത്തിന് നന്ദി പറയാണ്. ഏതായാലും ബിപിൻ ചേട്ടനും ഇനിയും എന്താ പറയാ തുടർന്ന് ഇതിലൂടെ സഞ്ചരിക്കാൻ ആ ഒരു വലിയ ശക്തി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല ചുമയൊക്കെ ഉണ്ട് കേട്ടോ. ഇടക്കിടക്ക് ചുമയൊക്കെ ആയിട്ട് ഇപ്പൊ ചുമേന്റെ മരുന്നൊക്കെ കുടിച്ച് ഇങ്ങനെ ഉണ്ട്. പണി ഉണ്ടായിരുന്നു, ജോലിക്ക് പോയി വന്നു. അപ്പൊ ജോലിയൊക്കെ മഞ്ചേരിയാണ് ഇപ്പൊ പണി. അപ്പൊ മഞ്ചേരി പോയി പണിയൊക്കെ കഴിഞ്ഞു വന്നു. ഒന്ന് കമ്പി പണിയായിരുന്നു, അതായത് പില്ലറൊക്കെ വെക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ പണികളൊക്കെ ആയിട്ട്, നല്ല വെയിലൊക്കെയാണ് എങ്കിൽ പോലും കുഴപ്പമില്ല. എന്താ പറഞ്ഞാല് ഇന്നത്തെ ഇത് നമ്മൾ സംസാരിക്കുന്ന ആ ഒരു വിഷയം പോലെ ആരെയും കാരണം കാട്ടാണ്ട് എല്ലാത്തിന്റെയും കാരണം ഞാൻ തന്നെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവുകൊണ്ട് എന്തെടുത്താലും സമ്മതം, എന്തായാലും ഒരു കുഴപ്പമില്ല എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയിലേക്കൊക്കെ ഒന്ന് വരാൻ ആൽക്കഹോളിക് അനോണിമസിന്റെ ഈ ഒരു പ്രോഗ്രാം എന്നെ സഹായിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. ഏതായാലും സന്തോഷം. ഞാനും ഇതേപോലെ എന്താ പറയാ വയനാട് മേഖലയില് ഒരു കുടിയേറ്റക്കാരാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ. അങ്ങനെ വന്ന് താമസം തുടങ്ങി. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അങ്ങനെ അച്ഛൻ അവിടെ, ഞാൻ അവിടെ, അങ്ങനെ ഞങ്ങൾ തമിഴ് ഫാമിലിയാണ്. കോയമ്പത്തൂരൊക്കെയാണ് അച്ഛൻ്റെ ഒക്കെ ഫാമിലി ഒക്കെ, നാടൊക്കെ അവിടെയാണ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ കുടിയേറി പാർത്ത ആൾക്കാരാണ്. അപ്പോ ഇത് പറയാൻ കാരണം വേറൊന്നല്ല, ഞാൻ എൻ്റെ അമ്മേനും അച്ഛനും എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാട്ടോ ഇത് പറയുന്നത്. കാരണം എനിക്ക് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്. നല്ല നല്ല പോസ്റ്റിൽ, നല്ല പഠിച്ച് നല്ല ഇതിലൊക്കെ എത്തിയിട്ട് എനിക്ക് എത്തപ്പെടാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ഇതിന് കാരണം പറയണത് എൻ്റെ അച്ഛനെയും അമ്മേനെയാണ്. കാരണം അവർ പഠിപ്പിച്ചില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. കാരണം അവർ ആ 50 റുപ്യാണ് അന്നൊക്കെ ആഴ്ചയിൽ ചെലവ് കാശ് കിട്ടുക. ചെലവ് കാശ് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഒരു ചെലവ് പൈസ കിട്ടും. അമ്മയ്ക്ക് അച്ഛനൊക്കെ 50 50 100 റുപ്യ കിട്ടും. ആ ഒരു പൈസയിലാണ് ഞങ്ങളൊക്കെ പഠിപ്പിച്ച്. 3 മക്കളാണ്. അതിൽ ഞാനാണ് ഏറ്റവും ലാസ്റ്റ്, 2 ചേച്ചിമാരാണ്. അപ്പൊ ഇവരൊക്കെ ഹോസ്റ്റലിൽ ചേർന്നിട്ടാണ് പഠിച്ചത്. എന്റെ ചെറിയ ചേച്ചി വലിയ ചേച്ചിയൊക്കെ ഹോസ്റ്റലിലാണ്. അപ്പൊ അവരൊക്കെ നല്ല കുറച്ച് കുറച്ച് സെറ്റിൽഡ് ആണ്. ചെറിയ ചേച്ചി ഇപ്പൊ കുവൈത്തിൽ ഒരു ഹോം നേഴ്സ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യാണ്. വലിയ ചേച്ചി ഇപ്പൊ തമിഴ്നാട് കാങ്കയം എന്ന് പറയും. അപ്പൊ അവിടെ കല്യാണം കഴിച്ചു കൊടുത്ത് അവിടെ ഭർത്താവ് ഇതായിട്ട് സന്തോഷമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോഴും എന്റെ വിചാരം എന്താ, എന്നെ പഠിപ്പിച്ചില്ല. കാരണം അവരൊക്കെ ഹോസ്റ്റൽ വിട്ട് പഠിപ്പിച്ചു, എന്നെ പഠിപ്പിച്ചില്ല. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്നത് എന്നുള്ള ഒരു വെറുപ്പ് എനിക്ക് എപ്പോഴും ആൽക്കഹോളിക് അനോണിമസിൽ വന്നിട്ട് പോലും ഉണ്ടായിരുന്നു സുഹൃത്തുക്കൾ. ആൽക്കഹോളിക് അനോണിമസിൽ വന്നിട്ട് പോലും എനിക്ക് ഈ ഒരു വെറുപ്പ് എൻ്റെ അമ്മേന്റെ മേലെ അച്ഛന്റെ മേലെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. കാരണം അവരെ കാരണം കാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അവര് എന്നെ പഠിപ്പിച്ചാൽ മതിയായിരുന്നു. അവര് നല്ല പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല നിലയിൽ എത്തും എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ആ നെഗറ്റീവ് തോട്ട് എന്റെ മനസ്സിൽ കിടന്ന് കിടന്ന് അതൊരു വെറുപ്പായിട്ട് മാറി ഭയങ്കര പ്രശ്നക്കാരനൊക്കെ ആയിരുന്നു ഞാൻ എന്റെ വീട്ടില്. അങ്ങനത്തെ ഒരു മനുഷ്യനാ സുഹൃത്തുക്കളെ. അത് ഇപ്പൊ ആൽക്കഹോളിക് അനോണിമസിലൂടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു തിരിച്ചറിവ്. ഞാനൊക്കെ എയിലൊക്കെ വന്ന് കുറെ വർഷം നിന്ന് ചാടിപ്പോയൊക്കെ ഒരു മനുഷ്യനാ. അബ്സ്കോണ്ടിങ് ഒക്കെ ആയതാ ഒരു 6 വർഷം. 2013 മെസ്സേജ് കിട്ടി വന്നിട്ട് 19 വരെ എനിക്ക് നിലനിൽക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ കുടിയാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അത് മാറ്റി വെച്ചാല് ഇതൊക്കെ തീരും. എന്റെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു. കാരണം എല്ലാവരും എന്നെ കുടിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാരണം അതാണ്, ജോൺസൺ കുടിച്ചില്ലെങ്കിൽ സൂപ്പറാണ്, കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നക്കാരനാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു കുടി നിർത്തി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ, ദ കംപ്ലീറ്റ് മാൻ, ഞാൻ സൂപ്പർ ആണെന്നൊക്കെയാണ് എന്റെ മനസ്സിലുള്ള ധാരണ. പക്ഷെ അതല്ല സത്യം. സത്യം ഇത് ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞാൽ തന്നെ കുടി നിർത്തുന്ന പരിപാടി ഒന്നല്ല കേട്ടോ. 12 and 12 ആണ്. 12 പടികളും പാരമ്പര്യങ്ങളും ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, തമിഴിൽ അങ്ങനെ പറയാം, 12 പടികൾ പാരമ്പര്യങ്ങൾ അടങ്ങിയ ഒരു വാൾക്കൈ മുறை, ഒരു ജീവിത രീതിയാണ്. ഇത് ഫോളോ ചെയ്യാൻ എനിക്ക് തയ്യാറാണ് എങ്കിൽ മാത്രമേ ഇതിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിലനിൽക്കാനൊന്നും എനിക്ക് പറ്റൂല കേട്ടോ. എന്റെ കാര്യത്തിൽ എനിക്കതിൽ പറ്റില്ല എന്ന് 100%. കാരണം ഞാൻ തെളിയിച്ച ആളാ. പറ്റൂല എന്നുള്ളത് തെളിയിച്ചല്ല. കാരണം ഞാൻ ഏലി വന്നിട്ടുണ്ട്. 2013 മെസ്സേജ് കിട്ടി വന്ന സമയത്ത് കുറെ മീറ്റിങ്ങിന് പോയി, കുറെ പരിപാടിക്കൊക്കെ പോയി, കുറെ പഴമക്കാരെ നമ്പറൊക്കെ വാങ്ങി വിളിച്ചു, എല്ലാം ചെയ്തു. എല്ലാ പരിപാടിയും ഇത് വാർഷികത്തിനൊക്കെ പോയി നടന്ന് ഒക്കെ പോയ ആളാ സുഹൃത്തുക്കൾ. പക്ഷെ എന്തുകൊണ്ട് വീണ്ടും കുടിച്ചു എന്ന് ചോദിച്ചാല് അതാണ് അതിന്റെ പ്രശ്നം. എന്തുകൊണ്ട് വീണ്ടും കുടിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല.
അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും എന്നെ പറ്റിയിട്ട് ജോൺസൺ അങ്ങനെ എങ്ങനെയെന്നൊക്കെ വേണ്ടാത്ത എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനുള്ള കാരണം ഞാൻ നോക്കൂല. എന്റെ വിചാരം ഞാൻ സൂപ്പറാണല്ലോ, കുടി നിർത്തിയിരിക്കണം, പിന്നെന്താ പ്രശ്നം? ഞാൻ എപ്പോഴും പറയും, എന്റെ വീട്ടിലൊക്കെ എപ്പോഴും പറയും, ഞാൻ കള്ളുടി നിർത്തിയില്ല, ഇനി എന്താ കുഴപ്പം എന്ന് ചോദിച്ചാല്, എനിക്കൊക്കെ ഏറ്റവും വലിയ പ്രശ്നം കുടി നിർത്തിയതിന് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങള്, കുടിച്ചിട്ട് ഞാൻ ഒരുപാട് പ്രശ്നങ്ങളും തല്ലും കേസും കോടതിയും ജയിലും അങ്ങനെയൊക്കെ ആയിട്ട് കുറെ മെന്റൽ ആശുപത്രി ഒക്കെ ആയിട്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇവിടെ അതിന്റെ കാട്ടി വലുതായിട്ട് ഈ ഒരു സുബോധ ജീവിതത്തിൽ വന്നതിന്റെ ശേഷം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഒരുപാട് 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 എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി, അങ്ങനെ എല്ലാത്തിനും കുറെ കുറെ കാര്യങ്ങളിൽ ഞാൻ അവമാനപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് നിലനിൽക്കാൻ പറ്റിയത് ആൽക്കഹോളിക് അനോണിമസിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. വേറെ എവിടെ പോയിട്ടാണെങ്കിലും ഞാൻ വീണിട്ടുണ്ടാവും, വീണ്ടും കുടിച്ചിട്ടുണ്ടാവും, വീണ്ടും കുടിച്ചിട്ടുണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോ ഈ ഒരു പരിപാടി, ഈ ഒരു ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞ ഒരു ദൈവികമായ, ഇപ്പൊ നമ്മളെ റിജി സാറ് പറഞ്ഞ പോലെ ഇതൊരു ആത്മീയ യാത്രയാണ്. ഈ ഒരു യാത്ര ഉള്ളത് കൊണ്ട് മാത്രമാണ് നിന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുടിച്ചിട്ടുണ്ടാവും, മരിക്കുക അല്ലെങ്കിൽ ജയിലിലോ അല്ലെങ്കിൽ മെന്റൽ ആശുപത്രിയിൽ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ കുടിച്ചിട്ടുണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഞാൻ ഈ 2013 മുതൽ 19 വരെ ഉള്ളേ വെളിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കളിക്കാൻ കാരണം എന്താന്ന് പറഞ്ഞാല് ഇതന്നെയായിരുന്നു. കുടി നിർത്തിയിട്ടുണ്ട്, കുടി മാറ്റി വെക്കാനൊക്കെ ഓക്കെയാണ്, പക്ഷെ എന്നെ മാറ്റാൻ ഞാൻ റെഡി അല്ല. എന്നെ മാറ്റാൻ ഞാൻ റെഡി അല്ല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ആൽക്കഹോളിക് അനോണിമസ് പറയുന്ന ജോൺസൺ, പഴയ ജോൺസൺ ഇവിടെ പറ്റൂല. പഴയ ജോൺസനെ എൻകൗണ്ടർ പണ്ണണം എന്ന് പറഞ്ഞ, വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ പഴയ ആളായിട്ട് നിന്നാല് നിൽക്കാൻ പറ്റൂല സുഹൃത്തുക്കളെ. എന്താ പറയുക, മനസാക്ഷി എന്ന് പറഞ്ഞൊരു സംഭവം ദൈവം തന്നിട്ടുണ്ട്. അത് ആദ്യം ഉണ്ട്, പക്ഷെ അത് തിരിച്ചറിയാൻ പറ്റില്ല. അതിലൂടെ ഞാൻ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലിങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും. അതിൽ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പോയി കുടിക്കും. കുറ്റബോധം വേർന്നു കഴിഞ്ഞാൽ വേഗം പോയി കുടിക്കുക എന്നല്ലാണ്ട് വേറെ രക്ഷയില്ല. മധ്യസ്ഥ ശക്തനായ എനിക്ക് എന്റെ മനസ്സിൽ വലിയൊരു ഇതുണ്ട്. എന്തെങ്കിലും ചീത്ത കേട്ടാലോ, എന്തെങ്കിലും ദുഃഖം വന്നാലോ, എന്തെങ്കിലും പ്രശ്നം വന്നാലോ ഓടി പോവുക കള്ളിഷാപ്പ്. കൽപ്പറ്റ അരുൺ എന്ന് പറഞ്ഞൊരു ഒരു ബിവറേജ് ഉണ്ട്, അല്ല സോറി, ബാറുണ്ട്. അവിടെ പോയിരിക്കുക, ഇരുന്ന് അടിക്കുക. ഇത് കഴിഞ്ഞ ആഴ്ച ഒരുത്തന് പണിക്ക് വന്നിട്ടുണ്ടായിരുന്നു, നാട്ടിൽ പണിയെടുത്ത സമയത്ത്. അവൻ എനിക്ക് അറിയില്ല, പക്ഷെ അവനക്ക് എന്നെ അറിയാം. എങ്ങനെ അറിയാന്ന് ചോദിച്ചാൽ, നിങ്ങൾ അരുണിൽ വന്നിട്ട് ഇരുന്നിട്ട് അപ്പുറത്തെ ടേബിളിൽ ഇരുന്നിട്ട് അടിക്കണം ഞാൻ കുറെ കണ്ടിക്കണെന്ന് പറഞ്ഞു. കഴിഞ്ഞിട്ട് ഇപ്പൊ 6-7 വർഷമായി, പക്ഷെ അപ്പൊ ഇപ്പോഴും അവൻ എന്നെ ഓർക്കണെന്ന് അത് വെച്ചിട്ടാ. അപ്പൊ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഓ എന്താ ഇപ്പൊ എന്നെ അങ്ങനെ പറയണമെന്നൊന്നും ഞാൻ ഹാപ്പി ആയിരുന്നു. കാരണം കുഴപ്പമില്ല, അത് ആ സമയത്തില് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ആൽക്കഹോളിക് അനോണിമസിൽ നിൽക്കുന്നത്. അപ്പോ ആ ഒരു തരത്തിൽ ഞാൻ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ബാറിലേക്ക് ഓടുക, മറ്റുള്ളവരെ കുറ്റം കാണുക. ഇത് എന്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു, എന്റെ അമ്മേനെയും അച്ഛനെയും കുറ്റം കണ്ടുപിടിക്കല്. കാരണം അവരെന്നെ പഠിപ്പിച്ചില്ല, അവരെന്നെ തല്ലി, എന്നെ ചൂടൊക്കെ വെച്ചിരിക്കണം, ഈ മറ്റേ ചട്ടുകം വെച്ചിട്ടൊക്കെ. ഞാൻ വേണ്ടാത്തത് ചെയ്യും, വേണ്ടാത്തത് ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ എനിക്ക് ബോധമല്ല. ഞാൻ എന്തുകൊണ്ട് എന്നെ അവരടിച്ചു? എന്നെ അടിക്കാൻ പാടില്ലല്ലോ, ഞാൻ അടിച്ചില്ല. അങ്ങനെ ഞാൻ പിന്നെ എന്ത് തെറ്റ് ചെയ്താലും അതിലൊരു കാരണം ഉണ്ടാവും. അത് ഭയങ്കര എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ആ ഒരു കാരണം വെച്ചിട്ടാണ് ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഞാൻ അവരുടെ നിരപരാധിയാണ്, മറ്റുള്ളവരാണ് പ്രശ്നക്കാര്, അതുകൊണ്ടാണെന്നുള്ള ആ ഒരു ധാരണയിലാണ് എന്റെ സംസാരം ഫുൾ ഉണ്ടാകുക. എപ്പോഴും ചെറുപ്പം മുതൽ ഈ ആൽക്കഹോളിക് അനോണിമസിൽ പ്രോഗ്രാമിൽ വരുന്ന വരയ്ക്ക് ഇതന്നെ പ്രശ്നം. എപ്പോഴും ഞാനൊരു കാരണം വെക്കും. എനിക്കൊരു നല്ല റീസൺ ഉണ്ടാവും, കറക്റ്റ് ആയിട്ട് ഒരു റീസൺ ഉണ്ടാവും. ആ റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഓക്കെ, ജോൺസൺ പ്രശ്നമൊന്നുമല്ല, അയാളുടെ കാരണമാണ് അവൻ അങ്ങനെ ചെയ്തത്. കുടിക്കുന്ന സമയത്ത് പോലും ഞാൻ എന്താ പറയാ, എല്ലാരും കുടിക്കുന്നുണ്ട്, ഞാനും കുടിക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ മാത്രമല്ലല്ലോ കുടിക്കുന്നത്, ഈ ലോകത്ത് എത്ര ആൾക്കാർ കുടിക്കുന്നുണ്ട്. എത്ര ജനങ്ങൾ കുടിക്കുന്നുണ്ട്. സർക്കാർ ഇത് ഉണ്ടാക്കുന്നുണ്ട്, എത്ര ലാഭം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെന്താ അവർക്ക് നിർത്തിക്കൂടെ? എത്ര ആൾക്കാർ കുടിക്കുന്നുണ്ട്, പിന്നെന്തിനാ ഞാൻ കുടിച്ച എന്താ പ്രശ്നം? ഇതാണ് എന്റെ ഏറ്റവും വലിയ രോഗത്തിന്റെ, ഈ ഒരു രോഗം എന്ന് പറഞ്ഞാൽ വേറെ തലത്തിലുള്ള രോഗമാണ്. മദ്യാസക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്കിലൊക്കെ പറയുന്ന പോലെ ക്യാൻസറോ എയ്ഡ്സോ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കാരുണ്യം കിട്ടും മറ്റുള്ളവരുടെ അടുത്തുനിന്ന്. മറ്റുള്ളവർ ഒന്ന് വിഷമിക്കുന്നല്ല, അതായത് ഇങ്ങനെ ഒന്ന് ഒരു ഒരു ഹെൽപ്പ് ചെയ്യുന്നല്ലാണ്ട് ആരും വിഷമിക്കൂല. പക്ഷെ ആൽക്കഹോളിക്, അതായത് എനിക്ക് ഈ രോഗത്തിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഞാന് കുടിക്കുന്ന കാരണം എന്റെ ഭാര്യക്ക് പ്രശ്നമാണ്. എന്റെ ഒന്നും അറിയാത്ത എന്റെ 3 മക്കളുണ്ട്, അവർക്ക് പ്രശ്നമാണ്. അവർക്ക് തലയുരുത്തി പുറത്തു കൂടെ നടക്കാൻ പറ്റൂല. അവരെന്തുകൊണ്ട് വിഷമിക്കാനുണ്ടായ കാരണം എന്താന്ന് പറഞ്ഞാല്, ഞാൻ പറയും, എന്റെ ഭാര്യ എന്റെ അടുത്ത് അടി കൂടുന്ന കാരണം, ഞങ്ങൾ രണ്ടാൾ വാക്ക് തർക്കം കാരണമാണ് അടി കൂടുന്നത്. പക്ഷെ എന്റെ കുട്ടി വിഷമിപ്പിക്കാൻ കാരണം എന്താ? അതാ ഞാൻ ചിന്തിക്കേണ്ടത്. ആ പെണ്ണ്, ആ കുട്ടി, ആ ചെക്കൻ, എന്റെ ചെക്കന് 2 ആണും 1 പെണ്ണുമാണ് എന്റെ മക്കള്. അതിൽ മൂത്തത് പെണ്ണാണ്. അപ്പോ അവള് എന്തെങ്കിലും കാരണം കൊണ്ട് വിഷമിക്കുകയാണെങ്കിൽ, കുടി കാരണം, അപ്പൊ അതിന്റെ ഉത്തരവാദി ഞാനാണ്. അതിന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊന്നും അറിയില്ല, പച്ച പിള്ളേകളാണ്.
അപ്പൊ അതിന്റെ ഒക്കെ കാരണം ഇത് എനിക്ക് ഒരു ബോധമില്ല. ഞാൻ കുടി നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സൂപ്പറായി, ഞാൻ മിസ്റ്റർ ക്ലീൻ ആയി, ഒരു പ്രശ്നം എനിക്കില്ല എന്നുള്ള ഒരു മാനസിക മനസ്സിൽ എന്റെ ധാരണ അങ്ങനെയാണ്. പക്ഷെ അതല്ല സുഹൃത്തുക്കൾ. അത് എന്റെ എന്റെ വെറും പൊട്ടത്തരായിരുന്നു. എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പൊട്ടത്തരായിരുന്നു അത് എന്നുള്ളത് എനിക്ക് ആൽക്കഹോളിക് അനോണിമസിന്റെ ഈ ഒരു പ്രോഗ്രാമിൽ കടന്നു വന്ന് എന്നെ തന്നെ ഒന്ന് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത്. അതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. പ്രോഗ്രാമിൽ ഇറങ്ങണ വരെ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പോഴും ഞാൻ എന്നെ ഇതായിട്ടേ പറയുള്ളൂ, ഷെയർ ചെയ്യുമ്പോൾ എന്നെ ടോപ്പ് ആക്കിയിട്ടേ പറയുള്ളൂ. ഞാൻ അത് വാങ്ങി, ഞാൻ ബൈക്ക് വാങ്ങിക്കണ്, ഞാൻ എയിൽ വന്നതിന് ശേഷം ഇത് വാങ്ങി, എയിൽ വന്നതിന് ശേഷം അത് വാങ്ങി എന്നുള്ള പൊങ്ങച്ചം പറയാന്നല്ലാണ്ട് വേറെ ഒന്നും കാരണം എന്താന്ന് പറഞ്ഞാൽ അവിടെയും ആൾക്കാർ എന്നെ ടോപ്പാണ് ജോൺസേട്ടൻ ആയി ഊയി എന്നൊക്കെ പറയണം എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിനുള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അപ്പോഴും അതെന്ത് ആ ഒരു മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സാധനം എന്നെ വീണ്ടും റിലാപ്സിലേക്ക് എത്തിച്ചു. എന്നെ വീണ്ടും കുടിയിലേക്ക് എത്തിക്കാൻ അതൊക്കെ കാരണമാണ്. കാരണം എന്നെ ഒരാൾ പുകഴണം, അതായത് പുകഴണം എന്ന് പറഞ്ഞാൽ എന്നെ ഒരാൾ ഇങ്ങനെ പൊക്കി പറയണം. കുടിക്കുന്ന സമയത്ത് തന്നെ ആൾക്കാർ എന്നെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, കംപ്ലീറ്റ് വിറ്റ് തൊലച്ച് കുടിച്ചിട്ട് എല്ലാവർക്കും വാങ്ങി കൊടുത്തിട്ടേ വരുള്ളൂ. അങ്ങനത്തെ ഒരു മനസ്സ് ചെറുപ്പം മുതലേ എനിക്കുണ്ട്. പക്ഷെ അതിന് ഭംഗം വരുമ്പോൾ, അതിന് പ്രശ്നം വരുമ്പോൾ ഞാൻ അവിടെ എങ്ങനെ ആയിരിക്കണം എന്നാണ് ആൽക്കഹോളിക് അനോണിമസ് എനിക്ക് മനസ്സിലാക്കി തരുന്നത്. ആരെങ്കിലും എന്നെ കുറ്റം പറയുകയാണെങ്കിൽ അതിന്റെ കാരണം, നമ്മളിപ്പോ 10ാമത്തെ മാസത്തിലൂടെ കടന്നു പോവുകയാണ്, എന്നെ സ്വയം വിലയിരുത്തുന്ന ഒരു ടൈമാണ്. അപ്പോ ഞാൻ എന്നെ വിലയിരുത്തണം. ആരെങ്കിലും എന്നെ പറ്റി കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതിനെന്താ കാരണം? അതിന് വെറും കാരണമില്ലാതെ പറയില്ല. എന്നെ പറ്റിയിട്ട് ആരെങ്കിലും ഞാൻ പഴയ ചെയ്തു വെച്ച കാര്യങ്ങളായിരിക്കാം, ഇപ്പോഴൊന്നല്ല, കുടിക്കുന്ന സമയത്ത് ചെയ്തു വെച്ച കാര്യങ്ങൾ ഉണ്ടാകാം. അത് അവരെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവരെന്തെങ്കിലും പറയും. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കണം. അത് ഞാൻ എന്റെ മേത്ത് ഫാൾട്ട് ഉണ്ട് എന്നുള്ളത് ഞാൻ തിരിച്ചറിയണം സുഹൃത്ത്. ഇനി അതൊന്നും അല്ല, ഇനിയിപ്പോ വെറുതെ ആൾക്കാർ എന്നെ കുറ്റം പറയുകയാണെങ്കിൽ, വെറുതെ ആൾക്കാർ എന്നെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ, അപ്പോഴും ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞ ഈ കൂട്ടായ്മ എനിക്ക് സിമ്പിൾ ആയിട്ടൊരു ഉത്തരം തന്നെ. അത് വളരെ വലിയൊരു റിലാക്സ് ആട്ടോ. കാരണം അവർ പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ, നീ ഒരാൾ നിന്നെ പറ്റി, ജോൺസൺ നിന്നെ പറ്റിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ നീ നിന്റെ മനസാക്ഷിയോട് ചോദിക്കുക, അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ. അവര് പറയുന്നത് നീ കാണിക്കുന്നത് തെറ്റാണെന്നാണ് നിന്റെ മനസാക്ഷി പറയുന്നുണ്ടെങ്കിൽ അത് മാറ്റ്. അവർ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റണം. കാരണം അവർ പറയുന്നതിൽ കാര്യമുണ്ട്, നീ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റണം. ഇനിയിപ്പോ അതല്ല, അവര് നുണയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നീ ബേജാറാവേണ്ട ആവശ്യം? നീ ബേജാറാവേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവർ പറയുന്നത് നുണയാണല്ലോ. നിന്റെ മനസാക്ഷിക്ക് അത് നുണയായിട്ടാ തോന്നുന്നു. കാരണം അങ്ങനെയാണ്, അവർ നുണയാണ് പറയുന്നത്. പിന്നെന്തിനാ നീ ബേജാറാവേണ്ട ആവശ്യം? അവിടെ ആവശ്യമില്ല. കാരണം അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും ഇങ്ങനെ കിളറി കിളറി ഈ കോഴി ഇങ്ങനെ മാന്തണ പോലെ മാന്തേണ്ട ആവശ്യമില്ല. അത് സത്യമല്ല എന്ന് നിനക്കറിയാം. അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് വെറി ആകേണ്ട ആവശ്യമില്ല എന്നൊക്കെ ആൽക്കഹോളിക് അനോണിമസ് സിമ്പിളായിട്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി തരുന്നുണ്ട് സുഹൃത്തുക്കൾ. അതുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാമിന് എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെടുക. അല്ലാതെ കള്ളുകൂടി നിർത്താൻ വേണ്ടിയിട്ടൊന്നും കയറി വന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ വിപിൻ ഭായി വന്നിട്ടുണ്ട്, അതേപോലെ കുടുക്കി നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് വന്നത്. എന്റെ അടുത്ത് പറഞ്ഞത് ഒറ്റ കാര്യമുള്ളൂ, 90 ദിവസം 90 മീറ്റിംഗ് വന്ന് നോക്ക്, കുടിച്ചാ ഉക്കാർ ഇല്ലാട്ടി പോയി കുടിടാന്നാ പറഞ്ഞത്. കുടിച്ചാ ഉക്കാറ്, ഇഷ്ടപ്പെട്ടാ വന്ന് ഇരുന്ന മീറ്റിങ്ങില്, ഇല്ലെങ്കിൽ പോയി കള്ളു കുടിക്കടാന്നാ പറഞ്ഞത്. അപ്പൊ ഇത്രയും ദിവസം കുടിക്കണ്ട കുടിക്കണ്ട കുടിക്കരുത് കുടിക്കരുത് എന്ന് പറഞ്ഞ ആൾക്കാരുടെ ഇടയിൽ ഏകാരനാണ് എടുത്ത് പറഞ്ഞു, നീ വന്ന് 90 ദിവസം 90 മീറ്റിംഗ് ഇരുന്ന് നോക്ക്, പ്രയർ ടു പ്രയർ, അതാണ് അവരുടെ മെയിൻ ഡയലോഗ്. പ്രയർ ടു പ്രയർ, ആദ്യ പ്രാർത്ഥന മുതൽ അവസാന പ്രാർത്ഥന വരെ നീ വന്നിരിക്കും, ഒരു 90 ദിവസം വന്നിരുന്ന് നോക്ക്. പിന്നെ നിനക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോയി കുടിക്കുക, മരിക്കുക, എന്ത് ചെയ്താൽ നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു. ആ ഒരു 90 ദിവസത്താണ് സുഹൃത്തുക്കളെ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായത്. കാരണം ഞാൻ അങ്ങനെ ഇരിക്കാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി. എന്തായാലും കുടിച്ച് എത്ര 10-24 വർഷത്തെ മദ്യപാന ജീവിതം, 13 വയസ്സിൽ തുടങ്ങിയിട്ട് 36ാമത്തെ വയസ്സ് വരെ ഞാൻ കുടിച്ചിട്ടുണ്ട്. ആ 24 വർഷത്തെ കുടിയിൽ ഇനിയിപ്പോ ഈ 90 ദിവസം വലിയ കാര്യമാണ്. 90 ദിവസം നമുക്കൊന്ന് നിന്ന് നോക്കാം. കാരണം ഞാൻ ഡെയിലി കുടിക്കുന്ന ആളല്ല. കാരണം ഞാൻ പിഞ്ച് ഡ്രിങ്കറാണ്, വെരി ഡേഞ്ചർ ആണ്. കാരണം എപ്പോഴെങ്കിലും കുടിക്കും, കുടി തുടങ്ങിക്കഴിഞ്ഞാൽ മാസങ്ങളോളം കുടിക്കും, പിന്നെ അത് നിർത്തും, നിർത്തി കഴിഞ്ഞാൽ മാസങ്ങളോളം നിർത്തും. ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഡേഞ്ചർ ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അതെനിക്ക് തിരിച്ചറിയാൻ പറ്റി. അതുകൊണ്ട് ആ ഒരു 90 ദിവസത്തില് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. കുറച്ച് കാര്യങ്ങള്, ഞാൻ എന്തുകൊണ്ടാ കുടിച്ചത്, ഞാൻ എന്താ കുടിക്കാനുണ്ടായിരുന്ന കാരണങ്ങൾ, ഇതൊക്കെ ഞാൻ അന്ന് കണ്ടെത്താൻ പറ്റി. അതുകൊണ്ട് ഇപ്പൊ എന്റെ അമ്മേന്റെ അടുത്ത്, അച്ഛൻ മരിച്ചുപോയി, അമ്മേന്റെ അടുത്തൊന്നും വെറുപ്പില്ല സുഹൃത്തുക്കളെ. കാരണം അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ വെറുത്ത് നടക്കണ്ടോ, എന്നെ പഠിപ്പിച്ചില്ല, എന്നെ ഇതാക്കിയിട്ടില്ല, എന്നെ ഇതാക്കിയിട്ടില്ല, എന്റെ കൂടെ പഠിച്ചവരൊക്കെ നല്ല നിലയിലെത്തി, എന്റെ ഇവര് അവിടെ എത്തി, എന്റെ ചേച്ചിമാരൊക്കെ നല്ല പഠിപ്പിച്ചു ഹോസ്റ്റലിൽ ഇരുന്നിട്ട് എന്നെ പഠിപ്പിച്ചില്ല എന്നുള്ള ആ ഒരു വെറുപ്പ്, ഒരു കുറ്റ ഉണർച്ച എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നുണ്ട്.
പക്ഷെ ആൽക്കഹോളിക് അനോണിമസിലായതുകൊണ്ട് അവർ പഠിപ്പിക്കാഞ്ഞിട്ടൊന്നല്ല. ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാനാണ് സുഹൃത്തുക്കളെ. കാരണം എന്നെ പഠിപ്പിക്കാഞ്ഞിട്ടൊന്നല്ല. എനിക്ക് നല്ല ദൈവം നല്ല കഴിവ് തന്നിട്ടുണ്ടായിരുന്നു. നല്ല പാട്ട് പാടും, നല്ല വായിക്കും. ഓരോരു സൺഡേസ് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഒരു വചനങ്ങളൊക്കെ പറഞ്ഞാൽ അതൊക്കെ ബൈ ഹാർട്ടായിട്ട് അങ്ങനത്തെ ഒരു കഴിവൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്ത്. നല്ല ദൈവം നല്ല ടാലന്റ് തന്നിരുന്നു. പക്ഷെ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നടക്കാൻ തുടങ്ങിയത് മുതൽ, അതായത് ഞാൻ എനിക്ക് അതായത് എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഇത് ഭയങ്കര മനസ്സിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. അത് ചെയ്യടാ, ഇത് ചെയ്യടാ, കള്ളു കുടിക്കടാ, ബീഡി വലിക്കടാ, ആ പെണ്ണിനെ നോക്കടാ, ഈ പെണ്ണിനെ നോക്കടാ, മനസ്സിങ്ങനെ പറയുമ്പോൾ അതിന്റെ പുറകെ പോയി 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 എൻ്റെ ദൈവം തന്ന ടാലന്റ് ഒക്കെ നശിച്ചു പോയി എന്ന് തന്നെ പറയാം. അതൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയി പോയി. ദൈവം തന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ ഞാൻ അതിന് എതിരായിട്ട് നടക്കാൻ തുടങ്ങി സുഹൃത്തുക്കൾ. അതുകൊണ്ടാണ് ഞാൻ ഈ നിലമേലായത്. അല്ലാതെ അമ്മ പഠിപ്പിക്കാഞ്ഞിട്ടോ അച്ഛൻ പഠിപ്പിക്കാഞ്ഞിട്ടോ ഇതൊന്നും അല്ല സുഹൃത്തുക്കളെ കാരണം. അതിന്റെ മെയിൻ കാരണം ഞാനാണ്. അത് ഇന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആൽക്കഹോളിക് അനോണിമസിൽ വന്നുകൊണ്ട് ഇതിന്റെ കാരണം ഫുള്ള് അതിന്റെ ഫുൾ റെക്സോ ഇങ്ങനെ പറയല്ലോ, ഫുള്ള് അതിന്റെ എല്ലാം ഫുള്ളായിട്ടുള്ള കാരണം ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല. ഞാനന്ന് മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നിലയിൽ എത്തായിരുന്നു. തമിഴില് ഒരു വാക്ക് പറയും, തീതും നൻറും പിറർ തറ വാറാന്ന് പറയും. അതായത് തീതും നൻറും എന്ന് പറഞ്ഞാല് നല്ലതും ചീത്തയും ഞാൻ അറിയാണ്ട് എന്റെ ഉള്ളിലേക്ക് വരില്ല എന്നാണ്. അത് സത്യമാണ്. അതിന്റെ അർത്ഥം എനിക്ക് ആൽക്കഹോളിക് അനോണിമസിൽ വന്നപ്പോൾ മനസ്സിലായത്. അതുവരെ ഞാൻ വിചാരിച്ച് നല്ലത് എന്താ പറയാ, നല്ലതാണ് ഇതായിട്ട് വരും, ചീത്തത് ഞാൻ അറിയാണ്ട് തന്നെ വരും എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷെ അതൊന്നല്ല. ഞാൻ എന്താണോ വിതയ്ക്കുന്നത് അതേ ഞാൻ കൊയ്യാൻ പറ്റുള്ളൂ. ഞാൻ നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല കാര്യങ്ങൾ കിട്ടും. ഞാൻ ഫുള്ള് തെമ്മാടിത്തരം ചെയ്ത് നടന്നിട്ട് ഇപ്പൊ ആൽക്കഹോളിക് അനോണിമസിൽ വന്നിരുന്നിട്ട് അയ്യോ ദൈവമേ എനിക്ക് അതില്ല ഇതില്ല എനിക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ ചെയ്തു വെച്ചതിന്റെ റിയാക്ഷൻ ഞാൻ അനുഭവിച്ചേ മതിയാവുള്ളൂ സുഹൃത്തുക്കളെ. ഈ ചുമരിലടിച്ച ബോൾ പോലെ തിരിച്ചു വരും, ഉറപ്പാ. ഉമ്പുറാന്ന് പറയും, ഇങ്ങനെ പോയി കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് എന്റെ നേർക്ക് തന്നെ അത് വരും. പക്ഷെ ഇന്ന് എന്താ പറഞ്ഞാൽ ഒരു ധൈര്യമുണ്ട്, അതൊക്കെ താങ്ങാനുള്ള ശക്തി ദൈവം തരുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ ആൽക്കഹോളിക് അനോണിമസിൽ വന്നപ്പോൾ എൻ്റെ ഒരു പഴമക്കാരൻ പറഞ്ഞു തന്നൊരു വാക്കുണ്ട് സുഹൃത്തുക്കളെ, ഇത്രയും ദിവസം ജോൺസാ നീ കുടിച്ചുകൊണ്ട് എന്തു തെമ്മാടിത്തരങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ കുടീന്റെ നിന്റെ സ്വഭാവ വൈകല്യങ്ങൾ കാരണമായിരിക്കാം, അത് അങ്ങനെ ആ ഒരു ലെവലിൽ വിട്ടുകളയും. പക്ഷെ ഇനി നീ എന്തു ചെയ്താലും, വേണ്ടാത്ത കാര്യങ്ങളായിക്കോട്ടെ നല്ലതായിക്കോട്ടെ, എന്തു ചെയ്താലും അതിന്റെ ഫുൾ ഉത്തരവാദിത്വം നിനക്കാണ്, അതിന്റെ ഫുൾ ഉത്തരവാദിത്വം നീയാണെന്ന് പറഞ്ഞപ്പോ ഇനിയിപ്പോ ഞാൻ പഴയ പോലെ നടക്കുകയാണെങ്കിൽ എനിക്ക് വീണ്ടും അടികൊള്ളും. ഞാൻ വീണ്ടും തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും വീണ്ടും കുടിക്കുന്നില്ല, ഓക്കെ, കുടിയൊക്കെ പോയി കുറെ, അതിന്റെ ചിന്ത അങ്ങനത്തെ ഒന്നും ഇല്ല. പക്ഷെ വീണ്ടും ഞാൻ പഴയ സ്വഭാവം എന്ന് പറഞ്ഞാൽ നാലാമത്തെ സ്റ്റെപ്പിൽ എന്നെ വിലയിരുത്തുമ്പോൾ ഒരുപാട് വേണ്ടാത്ത സ്വഭാവങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. ഇതൊക്കെയാണ് എന്നെ കുടിയിലേക്ക് കൊണ്ടുപോയത്. അത് ഞാൻ ഇപ്പോഴും ചെയ്യുകയാണെങ്കിൽ വീണ്ടും കുടിയിലേക്ക് തന്നെ പോവുക, വീണ്ടും കുടിയിലേക്ക് തന്നെ പോകുന്നുള്ളതിൽ ഒരു സംശയമില്ല സുഹൃത്തുക്കൾ. അതുകൊണ്ട് ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ കുടി നിർത്തുന്ന പരിപാടിയൊന്നുമല്ല. എന്നെ ഒരു നല്ലൊരു മനുഷ്യനാക്കി മാറ്റാൻ ദൈവം എനിക്ക് ഒരു സ്വർണ്ണത്തട്ടിൽ വെച്ച് തന്നിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിനെ ഞാൻ എത്ര ബഹുമാനിക്കണം, അതിന് എത്രമാത്രം ഞാൻ എന്നെ എങ്ങനെ അതിൽ കൊണ്ടു നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ എന്റെ എന്താ പറയാ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പൊ ഏറ്റവും കണ്ട ഒരു നല്ലൊരു പ്രോഗ്രാം ആൽക്കഹോളിക് അനോണിമസ് ആണ്. കാരണം പല പരിപാടികളൊക്കെ പോയി വളർന്ന് വന്ന ആളാണ്. പക്ഷെ അതിലൊന്നും കിട്ടാത്ത ഒരു ആത്മസന്തോഷം ആൽക്കഹോളിക് അനോണിമസിന്റെ ഈ ഒരു പ്രോഗ്രാമിൽ കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാല് വേറൊന്നും കൊണ്ടല്ല, ഇതിൽ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ്. എനിക്ക് മനസ്സിലാക്കാനുള്ള ശക്തി ആ ഒരു ദൈവത്തിനോട് തന്നെ തരുന്നത്, അല്ലാണ്ട് എന്റെ മിടുക്കോ എന്റെ കഴിവോ ഇതൊന്നും ഇല്ല സുഹൃത്തുക്കളെ. ഇവിടെ ഞാൻ നേരത്തെ സാന്റെ ഹോയൊക്കെ പറഞ്ഞ പോലെ ചെവി തുറന്ന് കേൾക്കാൻ തീരുമാനിച്ചപ്പോൾ മാത്രമാണ്. ചെവി തുറന്ന് മനസ്സ് തുറന്നൊന്ന് കേൾക്കുക, മനസ്സ് തുറന്ന് സംസാരിക്കുക. ഇവിടെ ആര് കേൾക്കുന്നുണ്ടോ ആര് കേൾക്കുന്നില്ല ഇതൊക്കെ നോ പ്രോബ്ലം, അതൊന്നും ഒരു വിഷയമല്ല. ഇവിടെ ഞാൻ വിശ്വസിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി രണ്ട് ചെവി ഇങ്ങനെ തുറന്ന് കേട്ടുകൊണ്ടിരിക്കുക. ജോൺസൺ പറയുന്നത് ശരിയാണോ തെറ്റാണോ? ഏഹ് ഞാൻ എന്താ പറയാ, ഇങ്ങനെ ഇത് പറയാം, എന്നെ ഒന്ന് അങ്ങോട്ട് അങ്ങോട്ട് സമർപ്പിക്കുകയാണ് ദൈവത്തിനോട് സുഹൃത്തുക്കളെ. അപ്പോഴാണ് എന്റെ ജീവിതത്തിൽ അതിശയങ്ങൾ നടക്കുന്നു പറഞ്ഞാൽ മിറാക്കൾ സംഭവിക്കുള്ളൂ. ഇല്ലാണ്ട് കുടിക്കാണ്ടൊക്കെ ഇരുന്ന് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, ഏലുണ്ടായാൽ മതി. കുടിക്കൂല, ഉറപ്പാ. എന്താ പറഞ്ഞാല് മീറ്റിങ്ങിന് പോവാ, പരിപാടിക്ക് പോവാ, നമ്മൾ പഴയ പോലെ തന്നെ നടന്ന് കുടിക്കൊന്നുമില്ല, കുടിയിലേക്കൊന്നും പോവില്ല. പക്ഷെ എപ്പോ കുടിക്കുമെന്ന് അറിയില്ല കേട്ടോ. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എപ്പോ കുടിക്കുന്നു എന്റെ കാര്യമാണ്, അങ്ങനെയാണ്. കാരണം ഞാൻ വെറും എന്താ പറയാ മീറ്റിങ്ങും കാര്യങ്ങളും മാത്രം കുടിക്കാതെ മാത്രം ഇരുന്നാൽ മതി, വേറെ ഒന്നും വേണ്ട എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ എനിക്ക് അത് വീണ്ടും
എന്നെ കുടിയിലേക്ക് കൊണ്ടുപോകും. പക്ഷെ എപ്പോൾ കൊണ്ടുപോകുന്നു അറിയില്ല. ഇത്ര വർഷം നിന്ന് ഒരു ഇതുമില്ല. കാരണം കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് വീകുമ്പോൾ വമ്പ വേദന ആയിരിക്കും. കാരണം 1-ാം നിലയിൽ നിന്ന് വീകുന്നതും 10-ാം നിലയിൽ നിന്ന് വീകുന്നതും രണ്ടും ഡിഫറൻറ്റാ. ഇപ്പൊ ഞാൻ ഈ 6 വർഷമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വീണ നല്ല വേദന ഉണ്ടാവും, ഉറപ്പാ. ഇപ്പൊ ഒരു വർഷത്തിലോ അല്ലെങ്കിൽ 6 മാസത്തോ കുടിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും കുടിച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒരു അടികുണ്ട പോലെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് എത്ര വർഷങ്ങൾ നീളുന്നോ അത്രയും ഞാൻ സെറ്റപ്പ് ആകണം. അതായത് എത്ര മാത്രം ഞാൻ എന്നെ തന്നെ ഒന്ന് വിലയിരുത്തി ഭദ്രതയോടെ നടക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വീണാ പോയി, ഉറപ്പാ. കുടിക്കാന്ന് പറഞ്ഞാൽ മരിക്കുക എന്നുള്ളതിലാണ്. അങ്ങനത്തെ ഒരു ഇതിലേക്ക് എന്റെ ഇത് പോകുമെന്നറിയാം. ഇപ്പോ ഈ കാരണം എന്റെ അച്ഛനെയും അമ്മയും മുകളിലുള്ള വെറുപ്പ് കാരണം അവര് വേല ദേഷ്യം, ഇതൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമുള്ളതാണ്. ദേഷ്യത്തിന് ഇന്നത്തെ DRലൊക്കെ പറയുന്ന അന്ധക്കോപം. ഈ തമിഴില് ഒരു ചിന്നത്തമ്പി എന്ന് പറഞ്ഞിട്ട് ഒരു പടം ഉണ്ട് കേട്ടോ. പണ്ട് ഞാൻ ഫസ്റ്റ് കൽപ്പറ്റ വിജയ തിയേറ്ററിൽ പോയിട്ട് എന്റെ അച്ഛൻ കൊണ്ടുപോയി കാണിച്ച ഫസ്റ്റ് തമിഴ് പടം അതാണ്. ഇത് ചിന്നത്തമ്പി. മലയാള പടം ഇതാ തോന്നുന്നു, വൈശാലി എന്ന് പറഞ്ഞ ആ മഴ വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആ പടം. അപ്പൊ ഈ ചിന്നത്തമ്പിക്ക് കൊണ്ടുപോയിട്ട് അപ്പൊ അതിലൊരു കുയിലപ്പുടിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട് കേട്ടോ. കുയിലപ്പുടിച്ച് കൂണ്ടിലടച്ച് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാട്ടിലൊരു ലൈന് ഞാൻ ആൽക്കഹോളിക് അനോണിമസിൽ വന്നതിന് ശേഷമാണ് അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. അതെന്താന്ന് പറഞ്ഞാല് വേറെന്ന എല്ലാമേ ഞാൻ ചെയ്ത പാവം യാർ മേലെ എനക്കെന്ന കോപം എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ ഉണ്ട്. വേറെ എന്താ, ഒക്കെ ഞാൻ ചെയ്ത പാവത്തിൽ ഞാൻ അനുഭവിക്കുകയാണ്. ഇതിപ്പോ ഞാൻ വേറെ ആരും മേത്ത് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അതാണ് ആൽക്കഹോളിക് അനോണിമസിൽ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് സുഹൃത്തുക്കളെ. ഇത്രയും ദിവസം ഞാൻ അവരാണ് പ്രശ്നക്കാര്, എന്റെ അമ്മയാണ് പ്രശ്നം, എന്റെ അച്ഛനാണ് പ്രശ്നം, കല്യാണം കഴിച്ചതിന് ശേഷം എന്റെ വൈഫാണ് പ്രശ്നം, എന്റെ കൂട്ടുകാരാണ് പ്രശ്നം, ഏഹ് അല്ലെങ്കിൽ എന്റെ നാട്ടുകാരാണ് പ്രശ്നം, എന്റെ സാറാണ് പ്രശ്നം, എന്റെ എന്താ പറയാ എന്റെ സുഹൃത്ത് എന്നെ കൊണ്ടുപോയി എന്നെ യൂസ് ചെയ്തു അതുകൊണ്ട് അവനാണ് പ്രശ്നം. ഏഹ് അങ്ങനെ ഒരുപാട് ആൾക്കാരെ മേത്ത് ഞാൻ കുറ്റം ചാർത്തിക്കൊണ്ട് ഞാൻ സൂപ്പറാ, ഞാൻ ഒന്നുമില്ല, ഞാൻ ക്ലീൻ ആണ്, ബാക്കിയുള്ളതാണ് മറ്റവരാണ് പ്രശ്നം എന്ന് അങ്ങോട്ട് നോക്കി 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 എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് മുന്നോട്ട് കാണുന്നതിനൊക്കെ കുറ്റം പറഞ്ഞ് നടന്ന ആളാ സുഹൃത്തുക്കളെ. എന്തിലും കുറ്റം കാണും. എന്തിലും ഇപ്പൊ പണി സ്ഥലത്തായിക്കോട്ടെ, ഒരു പലക അടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ പോയിട്ട് പറയാം അവിടെ ചെറിയൊരു വാട്ടർ ലെവൽ വ്യത്യാസം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവിടെ ചെറിയൊരു ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുറ്റം കണ്ടുപിടിക്കുന്ന ആളാ ഞാൻ എല്ലാ കാര്യത്തിലും. അപ്പോ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പൊ ഇതില് ആൽക്കഹോളിക് അനോണിമസ് വന്നപ്പോ മനസ്സിലായത് അതാണ്. ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല. എല്ലാത്തിനും പ്രശ്നത്തിന്റെ കാരണം ഞാനാ. ഇന്നിപ്പോ ഈ മലപ്പുറത്ത് വന്ന് ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെടണം വെയിലും മഴയും കൊണ്ട് പണിയെടുക്കാൻ കാരണം എന്താ, ഞാൻ ഉണ്ടാക്കി വെച്ചതാ, അല്ലാണ്ട് വേറെ ഒന്നല്ല. കാരണം ഞാൻ പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ല. കുട്ടികളെ കൂടെ വീഡിയോ വലിച്ച് മറ്റേ മറ്റേ സെക്സ് പടം കണ്ട് നടന്നു. വേണ്ടാത്ത ഇതൊക്കെ കണ്ട് നടന്നു. അങ്ങനെ എന്റെ ആശയ്ക്ക് വേണ്ടി നടന്നുകൊണ്ട് ഇന്ന് അനുഭവി രാജ അനുഭവി എന്ന് പറഞ്ഞുകൊണ്ട് അനുഭവിക്കന്നെ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് അനുഭവിച്ചേ തീർക്കാൻ പറ്റുള്ളൂ. അതായത് അതിനുള്ള ഫലം ദൈവം ഇത് ഇവിടെ തന്നെ തരും. അതിപ്പോ ഞാൻ ഏലാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓ ഏലായി ഇനി എന്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര കളർഫുൾ ആയിരിക്കും എന്നൊന്നും പറയാൻ പറ്റൂല. പക്ഷെ എന്താ, ഞാനിപ്പോ അനുഭവിക്കുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ കാരണം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഫ്രീ ആണ്, ഞാൻ സ്വതന്ത്രനാണ്. അതുകൊണ്ട് എനിക്കിന്ന് ആരെയും കുറ്റം പറയാനില്ല. ഇപ്പൊ എന്റെ വൈഫ് എന്റെ അടുത്ത് എന്തെങ്കിലും പഴയ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും വേണ്ടാത്ത പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ പരിശോധിച്ച് നോക്കണം. നോക്കുമ്പോൾ അതിൽ സത്യം ഉണ്ടാവും. കാരണം ഞാൻ പണ്ട് അങ്ങനെ ചെയ്തിക്കണ്. ഇവളുള്ളപ്പോ തന്നെ വേറൊരു അഫെയർ വേറൊരു പെണ്ണുമായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്തിട്ട് നടന്നിട്ട് എന്റെ ഫിംഗർ എടുത്തിട്ട് അവള്, ഞാൻ ബോധമല്ലാണ്ട് കുടിച്ച് ബോധമല്ലാണ്ട് കിടക്കുമ്പോ എന്റെ ഫിംഗർ എടുത്ത് ഫോൺ തുറന്ന് ആ നമ്പർ എടുത്ത് പോലീസ് സ്റ്റേഷൻ സൈബർ സെല്ലിൽ കൊടുത്ത് ഒരുപാട് ഒരുപാട് കഥകളുണ്ട് സുഹൃത്തുക്കളെ. ഒരുപാട് 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 അങ്ങനെ ചെയ്ത ഒരു പെണ്ണിനെയാണ് ഇപ്പൊ ഞാൻ വന്ന് കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത്ര മാത്രം ആ പെണ്ണുങ്ങൾക്കുള്ള ഒരു ഇതെന്താന്ന് പറഞ്ഞാൽ ഒരു ഏക്കാരെ പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഇപ്പോഴും ഓർക്കുന്നത്. കാരണം പ്രസവ വേദന വരെ അവര് കുറച്ച് കഴിഞ്ഞാൽ മറക്കും അത്ര. പക്ഷെ ഒരു ഭർത്താവ് കുടികാരൻ ഒരു കള്ളുകുടിയെ ചെയ്ത കാര്യങ്ങൾ അവർ എത്ര ജന്മെടുത്താലും മറക്കൂല എന്ന് പറയും. അത് സത്യമാണ്. കാരണം ഇപ്പോഴും എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ പഴയത് എടുത്തിടും. പക്ഷെ അത് ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. ഇപ്പൊ തഞ്ചാവൂർ തലയാട്ടി ബൊമ്മൈ എന്നാ சொன்னாலும் ആ ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ആ ശരി ആയിക്കോട്ടെ, വേറെ രക്ഷയില്ല. ഇപ്പൊ ഞാൻ കിടന്ന് ചാടി ബഹളം വെച്ച് ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അവർക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ വീണ്ടും പോയി കുടിക്കും. ഉപ്പ് തിന്നാ ഞാൻ തന്നെ വെള്ളം കുടിക്കും. അത് അത്രേ ഉള്ളൂ, വേറെ ഒന്നല്ല. ഞാനത് തെറ്റ് ചെയ്ത ഞാനത് എന്തായാലും ഞാനത് അനുഭവിച്ചേ പറ്റുള്ളൂ സുഹൃത്തുക്കളെ. അപ്പൊ അത്തരത്തില് ഈ ഒരു പ്രോഗ്രാം എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ആൽക്കഹോളിക് അനോണിമസിന്റെ ഒരു പ്രത്യേകത. എന്നെ തന്നെ ഒന്ന് മനസ്സിലാക്കി ഇതിന്റെ ഉള്ളിൽ വന്ന് എന്താ പറയാ ഈ ഒരു പ്രോഗ്രാമിലൂടെ കടന്നു പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, വേറെ ലെവലാ സുഹൃത്തുക്കളെ, വേറെ ലെവലാ. കാരണം അത് അത്രമാത്രം അനുഭവിക്കുമ്പോൾ എനിക്ക് അതിനുള്ളൊരു എനിക്ക് അഭിമാനമായിട്ട് തോന്നുന്നു.
കാരണം വേറെ മറ്റുള്ള ആൾക്കാർ എന്ത് വിചാരിക്കുക, ഇതൊന്നും അല്ല എന്റെ ചിന്ത. എന്നെ തന്നെ ഒന്ന് കാണാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പുറത്ത് നോക്കി മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ നേരെ കണ്ണ് നേരെ ഉള്ളിലേക്ക് ആക്കി തന്നു. നേരെ ഇപ്പൊ ഞാൻ പുറത്തേക്ക് നോക്കണ ആ കൃഷ്ണമണി നേരെ ഉള്ളിലേക്കായി. ഉള്ളിലേക്കാകുക എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിലേക്ക് ഞാൻ നോക്കുക, ഞാൻ എന്തൊക്കെ സംഭവമാണ്. ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല, അത്രമാത്രം വേണ്ടാത്ത ഗുണം ഒരു സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അത്രമാത്രം ഒരു എന്താ പറയാ വികാര ജീവി എന്ന് പറയാം. അത്രമാത്രം വേണ്ടാത്ത പ്രശ്നങ്ങളും വേണ്ടാത്ത ചിന്തകളും കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, ആ ഒരു സമ്മതം, ആ ഒരു സറണ്ടർ ഇന്ന് ആൽക്കഹോളിക് അനോണിമസിൽ എനിക്ക് ആകാൻ പറ്റി. അവിടെ ആ സറണ്ടർ ആയപ്പോൾ കാരണക്കാരൻ ഞാനാണെന്ന് അവിടെ സമ്മതിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് സുഹൃത്തുക്കളെ എന്റെ ജീവിതത്തിൽ ഒരു ചെറിയ ഒരു വെളിച്ചം വന്നത്. അതുവരെ വെളിച്ചമൊന്നുമില്ല, അതുവരെ ഒരു വെളിച്ചമില്ല. അതിന് സ്പിരിച്വൽ തന്നെ വേണം കേട്ടോ, അല്ലാതെ നടക്കൂല. അല്ലാണ്ട് ഞാനും കുറെ ഇതൊക്കെ നോക്കി, പക്ഷെ നടക്കൂല. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കൂടെ പിടിച്ചാൽ മാത്രമേ ആ ഒരു വെളിച്ചം കിട്ടുള്ളൂ എന്നുള്ളതിൽ ഒരു സംശയമില്ല സുഹൃത്തുക്കളെ. കാരണം ഞാനൊക്കെ ഒറ്റയ്ക്ക് പലതും നോക്കിയ ആളാ. ഇങ്ങനെ ആൽക്കഹോളിക് അനോണിമസിൽ വന്നിട്ട് എന്റെ ദൈവവിശ്വാസം ഒന്നും ഇല്ലാണ്ടൊക്കെ നടന്നതാണ്. പക്ഷെ ഓരോരുത്തർ ആൾക്കാരെ മനസ്സ് പോലെ കേട്ടോ. പക്ഷെ എനിക്ക് ആ ഒരു ദൈവത്തിൽ ഒരു വിശ്വാസം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം, ഞാൻ അരുത കടവുൾ മേലെ ഒരു വിശ്വാസം വന്നതിന് ശേഷമാണ് എൻ്റെ ഉള്ളിൽ ഒരു ജീവിതത്തിൽ ഒരു വെളിച്ചം വന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഇരുട്ട് ജീവിതം തന്നെ ആയിരിക്കും. എന്താ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല, ഒരു ശൂന്യം. ആ ദൈവം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെറും കാറ്റ് മാത്രം, ഒരു ശൂന്യമായിട്ടുണ്ടാവും. ഇന്ന് അവിടെ ഫുൾ ഫില്ല. ആ വലിയ ശക്തി എന്ന് പറഞ്ഞ ആ ദൈവത്തെ ഫുൾ ഫില്ലാണ് എന്റെ കാർട്ടിൽ. അതുകൊണ്ട് അവിടെ കാലിയില്ല. കാരണം അവിടെ കാലിയായ ഞാൻ കാലിയായി, അത്രേ ഉള്ളൂ. എന്റെ ഹൃദയത്തിൽ ആ ദൈവത്തിനെ കാലിയാക്കുകയാണെങ്കിൽ പിന്നെ എന്റെ ജീവിതം പോയി, കാലിയാവും ഉറപ്പാണ്. അതെന്നും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതിന് ഒരുപാട് പഴമക്കാരുടെ സഹായമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ദൈവത്തിന്റെ സഹായം. കാരണം അവരൊക്കെ എനിക്ക് സംസാരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആൾക്കാരെ പോലെ ആയിപ്പോയി അവരൊക്കെ. കാരണം ഓരോരോ ആൾക്കാർ ഇങ്ങനെ സഹായം ചെയ്യുമ്പോൾ, തമിഴ്നാട്ടിലൊക്കെ ഞാൻ പോയിട്ട് കുറെ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തപ്പോൾ അവിടുത്തെ ഒരു പഴമക്കാര് വർക്ക് ഇത് ഷെയറിങ് കേൾക്കുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കണ പോലെ എനിക്ക് തോന്നിപ്പോയി സുഹൃത്ത്. സത്യമാണ്. ദൈവം അങ്ങനെയാണ് ഓരോരോ ആൾക്കാരെ എനിക്ക് കാണിച്ചു തന്നത്. അതിനൊക്കെ ദൈവത്തിന് നന്ദി പറയാണ്. കാരണം ആ ഒരു അനുഗ്രഹം ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു എന്താ പറയാ ഈ ഒരു കൂട്ടായ്മയിലൊന്നും നിൽക്കാൻ പറ്റൂല എനിക്ക്. കാരണം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ടും ആ ഗ്രൂപ്പ് ശരിയില്ല, ഈ ഗ്രൂപ്പ് ശരിയില്ല, അവൻ ശരിയില്ല, അവൻ ഷെയർ ചെയ്യണത് ശരിയില്ല, ഇങ്ങനെ ജഡ്ജ് പോലെ വിലയിരുത്തിക്കൊണ്ട് അങ്ങനെയും കുറെ കാലങ്ങളൊക്കെ ഞാൻ നടന്ന് വീണ്ടും റിലാപ്സ് ആയാണ്. ആ ഹോം ഗ്രൂപ്പിൽ ചേരണം, മറ്റേ ഗ്രൂപ്പിൽ പോകരുത്, ഈ ഗ്രൂപ്പിൽ എന്ത് ഗ്രൂപ്പ് എന്ത് ഇത്. ഇവിടെ ഞാൻ വന്നിട്ടുള്ളത് എന്നെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ എൻ്റെ ഉള്ളിലുള്ള അഴുക്കുകള് കറകളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഈ പ്രോഗ്രാം ഉള്ളത്. ഇത് മാറ്റാണ്ട് ഞാൻ അവൻ ശരിയില്ല ഇവൻ ശരിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുടിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു. കാരണം കുടിക്കുന്ന സമയത്ത് ഞാൻ പറയും ഞാൻ വിചാരിച്ച നിർത്തും, ഞാൻ ഇതാക്കും, ഞാൻ ഇങ്ങനെ ആക്കും, ഞാൻ ഭയങ്കര സംഭവമാണ്, ഏഹ് ഞാൻ എപ്പോ വേണമെങ്കിലും വിചാരിച്ച നിർത്തും എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ അങ്ങനെ പറഞ്ഞു നടന്ന ആള് പിന്നീട് ഒരു കാര്യം മനസ്സിലായത്, ഞാൻ വിചാരിച്ചിട്ട് പോലും എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. എനിക്ക് നിർത്തണം എന്നുള്ള ആഗ്രഹം വന്നിട്ട് പോലും എനിക്ക് കള്ളുകൂടി നിർത്താൻ പറ്റിയില്ല സുഹൃത്തുക്കളെ. ദൈവത്തിന്റെ സഹായം ഇല്ലാണ്ട് ഇത് നടക്കൂല കേട്ടോ. കടവുളെ നമ്പിനാർ കൈവിടപ്പെടാറെന്നാണ്. അപ്പൊ ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം വന്നിട്ടുള്ളൂ. ഇന്ന് നല്ലൊരു എന്താ പറയാ സന്തോഷമുണ്ട്. എന്താ പറയാ എല്ലാത്തിനുള്ള എനിക്ക് ക്വസ്റ്റ്യനുള്ള ആൻസർ ഒക്കെ ആൽക്കഹോളിക് അനോണിമസിൽ കിട്ടി എന്നുള്ളതാണ്. എന്റെ ഓരോ ചോദ്യങ്ങൾക്കുള്ളത്, ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എന്തിനാ ജനിച്ചിട്ടുള്ളത്, ഇതിനുള്ള ഉത്തരങ്ങളൊക്കെ ആൽക്കഹോളിക് അനോണിമസിന്റെ ഓരോ 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 എന്താ നമ്മള് ബിഗ് ബുക്കിലായിക്കോട്ടെ 12 നമ്മൾ വായിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും എന്നെ ഒന്നും കൂടി ഫ്രഷ് ആക്കാൻ ചിന്തിക്കാനൊക്കെ ഈ ഒരു എന്താ പറയാ പ്രോഗ്രാം എന്നെ സഹായിക്കുന്നുണ്ട്. അതാണ്. അല്ലാതെ വെറും കള്ളുകൂടി മാത്രം മാറ്റി വെച്ചിട്ട് ഇന്നത് ആദ്യത്തെ കവിൾ മാറ്റി വെച്ചിട്ട് മാത്രം നടന്നിട്ട് ഒരു കാര്യമില്ല. കാരണം അത് ഓക്കെ ആണ്. എന്താ പറഞ്ഞാല് കുടി നിർത്തണം, അതൊക്കെ ശരിയാണ്. അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറി വരാൻ ഒരു ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. എന്റെ ജീവിതം നിലവാരം ആ രണ്ടാമത്തെ ഫസ്റ്റ് എന്താ ഇതില് രണ്ടാമത്തെ ഭാഗം പറയുന്ന പോലെ എന്റെ അനിയന്ത്രിതമായി പോയ അവസ്ഥ, ആ ഒരു ജീവിതം എന്തുകൊണ്ട് അങ്ങനെ അനിയന്ത്രിതമായി പോയി ജോൺസ എന്നുള്ളൊരു ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കണം. എന്നിട്ട് ഞാൻ എന്നൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ എല്ലാ പ്രശ്നങ്ങളിലും നോക്കുകയാണെങ്കിൽ എന്റെ ഒരു സുഖത്തിന് വേണ്ടിയിട്ടായിരിക്കും ഞാൻ ചെയ്തിട്ടുണ്ടാകുക. ഒരുപാട് കടകളിൽ പണി കിട്ടി, ഒരുപാട് സ്ഥലങ്ങളിൽ പണി കിട്ടി, ഒരുപാട് എന്താ പറയാ നല്ല നല്ല കാര്യങ്ങൾ, പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ. കല്യാണത്തെ ഇവിടുന്ന് കള്ളു കുടിച്ച് കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ മാമ മരിച്ച സമയത്ത് അവിടുന്ന് ഒരുപാട് പ്രശ്നം. ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്തൊക്കെ കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല. കാരണം ആ സമയത്തൊക്കെ എന്റെ ഒരു ചിന്ത എന്താ പറയാ,
ഐ ആം ഹാപ്പി, ഞാൻ സുഖമായിരിക്കണം, ഞാൻ സന്തോഷം, എനിക്ക് എന്താ പറയാ, എനിക്കൊന്നും സംഭവിക്കരുത്, അങ്ങനത്തെ ഒരു ചിന്ത. കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയിലായിരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത ഒരു വേണ്ടാത്ത ചിന്തയാണ്. എന്റെ ആര് സുഖമില്ലാതെ കിടന്നാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ കുടിക്കണം, എനിക്ക് നിറയ്ക്കണം, എന്റെ ഇത് നിറയണം, ഞാൻ മതോന്മതനായി നടക്കണം. ഇതായിരുന്നു എന്റെ പ്രശ്നം. ഇതായിരുന്നു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. ഇതാണ് എന്നെ വീണ്ടും വീണ്ടും കുടിയിലേക്ക് എത്തിച്ചത്. എന്നിട്ടോ ഒരു മൊട്ട ന്യായം പറയും, ഇനി അങ്ങനെ ശരി, ഇനി ഇനി അങ്ങനെ ഉണ്ടാവൂല, ഈ ആദ്യത്തെ പോലെ ഉണ്ടാവൂല എന്ന് പറഞ്ഞിട്ട് ഒരു ചെയ്ത തെറ്റ് തന്നെ ചെയ്ത് 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 വ്യത്യാസമായ ആൻസർ കിട്ടുമോ പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ. ഇതായിരുന്നു ഞാൻ ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞാൽ. ചെയ്തത് പിന്നെയും 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 കുടിച്ചു കുടിച്ചു കുടിച്ചിട്ട് പണ്ടത്തെ പോലെ ഇപ്പൊ ആവൂല, അല്ലെങ്കിൽ അന്ന് സംഭവിച്ച പോലെ ഇന്ന് സംഭവിക്കൂല, അല്ലെങ്കിൽ അന്ന് അടി വാങ്ങിയ പോലെ ഇന്ന് വാങ്ങൂല, അല്ലെങ്കിൽ അന്ന് അവിടെ ഉണ്ടായ പോലെ ഇന്ന് ഉണ്ടാവൂല എന്ന് പറഞ്ഞിട്ട് വ്യത്യാസമായ ഒരു എന്താ പറയാ ഒരു ഒരു ആൻസർ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ചെയ്യുന്നതൊക്കെ സെയിം കാര്യങ്ങൾ തന്നെ, അന്ന് ചെയ്ത പോലെ തന്നെയാണ് ഇന്ന് കുടിക്കുന്നത്. പക്ഷെ എന്റെ വിചാരം അന്ന് പോലെ ഇന്ന് ആവൂല, ഇന്ന് വേറെ മാതിരി ആവുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്ത് 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 അതിന് അങ്ങനത്തെ ഒരു മെന്റാലിറ്റി, ഒരു ഭ്രാന്തന്റെ അവസ്ഥ. എത്ര അടി കൊണ്ടാലും മനസ്സിലാകാത്ത ഒരു അവസ്ഥ. ഇതൊക്കെ ആയിരുന്നു എന്റെ കുടിന്റെ പ്രശ്നം. തീ ചുടുന്ന് അറിയാ, തീ കൈയിട്ടാ ചുടുന്ന് നന്നായിട്ട് അറിയാം, എന്നാലും പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് നോക്കൂ. അന്ന് ചുട്ട പോലെ ഇന്ന് ചുടൂലായിരിക്കും, അല്ലെങ്കിൽ അന്ന് അത്ര ചൂടുണ്ടായി ഇന്ന് ഇത്ര ചൂട്. ചൂട് എപ്പോഴും ചൂട് തന്നെയാണ്. ആ പവർ, ആ ഒരു ചൂട് എപ്പോഴും കിട്ടും, തട്ടും, കൈ വെന്തു പോവും. ഇന്ന് കൈ വെന്ത് എന്നിട്ട് കിടക്ക്, എന്നിട്ട് ഞാൻ കൊണ്ട് കൈ ഇടുക, കുഴപ്പമില്ല, ഇന്ന് കൈ വെന്താലും കുഴപ്പമില്ല, ഇന്ന് അത്ര ചൂടുണ്ടാവില്ല. ഇതേപോലെയാണ് എന്റെ കുടീന്റെ അവസ്ഥ. എത്ര വർഷമായിട്ട് കുടിച്ചാലും അന്നത്തെ എന്താ പറയാ പെരുന്നാളിന് അങ്ങനെ കുടിച്ച് പ്രശ്നം ഉണ്ടായി, ഈ പെരുന്നാളിന് ഇനി അങ്ങനെ ഉണ്ടാവൂല എന്ന് പറഞ്ഞ് കുടിക്കും, അതിനെക്കാട്ടി വലിയ പ്രശ്നം. അന്ന് നാട്ടുകാർ തല്ലിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പോലീസുകാർ തല്ലും ഈ വർഷം. അപ്പോഴും പിന്നെ അടുത്ത വർഷം വിചാരിക്കുക എന്താ അറിയോ, ഇനി കുഴപ്പമുണ്ടാവില്ല, ഈ വർഷം കഴിഞ്ഞ 2 വർഷം അങ്ങനെ ആയി പോയി, എന്നാൽ ഈ വർഷം അങ്ങനെ ഉണ്ടായ പിന്നെ മൂന്നാമത്തെ വർഷം പോയിട്ട് വേറെ പോലെ സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് കുടിക്കും, അത് അതിനെക്കാട്ടി വലിയ പ്രശ്നം. ഇതാണ് എൻ്റെ ഒരു പ്രശ്നം, ഇതാണ് മൈ ഫോൾട്ട്. അപ്പൊ അതൊന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതൊക്കെ കേട്ടോ ആൽക്കഹോളിക് അനോണിമസിലൂടെ വന്നതുകൊണ്ട് മാത്രമാണ്. ഇതിന്റെ ക്രെഡിറ്റ് ഫുൾ ആൽക്കഹോളിക് അനോണിമസിനാണ്, വേറെ ഒന്നുമില്ല. ആൽക്കഹോളിക് അനോണിമസിന് മാത്രമല്ല അതിൽ കണ്ടെത്തിയ വലിയ ശക്തി. ഇപ്പൊ ഞാൻ മെസ്സിന്റെ ജേഴ്സി ഇട്ടിട്ട് ഫുട്ബോൾ കളിക്കുകയാണ്, ഇപ്പൊ റൊണാൾഡോന്റെ ജേഴ്സി ഇട്ടിട്ട് കളിച്ചാലും അവിടെ ഞാനല്ല ടോപ്പ്, അവിടെ റൊണാൾഡോയും മെസ്സിയാണ് അവിടെ വലിയ ആളായിട്ട് കാണുക. കാരണം അതുപോലെയാണ് ഞാൻ ഇവിടെ എന്ത് സംസാരിച്ചാലും, ഇവിടെ എന്ത് തന്നെ സംസാരിച്ചാലും അതിന്റെ ഒക്കെ ക്രെഡിറ്റ് ദൈവത്തിനാണ്, ആ ഒരു വലിയ ശക്തിക്ക്, ആ സുഹൃത്തുക്കൾ. ആ ദൈവത്തിന്റെ കാരുണ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പ്രോഗ്രാമിൽ ഇവിടെ നിൽക്കാൻ പറ്റുന്നത്, ഏല് നിൽക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. കടവുളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മട്ടും എന്താ മീറ്റിംഗ് കിട്ടുന്ന അറിയാം. ദൈവത്താല് തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ മീറ്റിംഗ് കിട്ടുള്ളൂ. ഇന്നിപ്പോ അതേപോലെയാണ് നമ്മൾ വിപിൻ ഭായ് ഒക്കെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളായിട്ട് ഇന്ന് വന്ന് ചേർന്നിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മൾ ദൈവത്തിനെ തിരഞ്ഞെടുത്തുകൊണ്ട് എന്തായാലും ഇത്ര വർഷം പോയത് പോണത് അവളതാ, ഇന്നെ പോയതിനൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇന്ന് ഞാൻ ചെയ്യുന്ന കാര്യം അതാട്ടോ, എനിക്ക് എന്റെ അനുഭവമേ പറയാനുള്ളൂ. കാരണം ദൈവം അത്രമാത്രം അനുഭവങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഇനി അതേപോലെ ഒന്നും ആവൂല, കുടിച്ചാലും ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞാല് പഴയ പോലെ തന്നെ ആവും. എങ്ങനെ ആ പഴയ കുറെ തെറ്റുകൾ ചെയ്ത് ചെയ്തിട്ട് പിന്നെയും വേറെ വേറെ ഏഹ്, ഇത് ആൻസർ നോക്കി നടക്കുന്ന പോലത്തെ ഒരു മനുഷ്യനായിട്ട് തന്നെ മാറും. അപ്പൊ അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇനിയിപ്പോ ആ പരിപാടി മതി, കഴിഞ്ഞു. ഈ ജന്മല്ല, ഇനി എത്ര ജന്മത്തിന് വേണ്ടതിലൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ ആവശ്യമില്ല. ആരോ കുടിച്ചോട്ടെ, എന്തോ ചെയ്തോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാന് ആരിനെയും ഒരു കാരണം കാട്ടാം, അല്ലെങ്കിൽ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കേ, അവൻ കുടിക്കുന്നുണ്ട് ഇവൻ കുടിക്കുന്നുണ്ട് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ, എനിക്ക് കുടിക്കാനുള്ള ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് ആഗ്രഹം കാരണം മറ്റുള്ളവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട്. അങ്ങനെയൊക്കെ ഒരുപാട് ഇതൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്ന സുഹൃത്തുക്കളെ. അതൊക്കെ എന്നെ വീണ്ടും വീണ്ടും മദ്യത്തിലേക്കാണ് കൊണ്ടുപോയി വിട്ടത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ആരെയും കുറ്റം പറയാതെ, എല്ലാത്തിന്റെ കാരണം ഞാൻ തന്നെയാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് വന്നതിന് ശേഷം തന്നെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി. വീട്ടിലായിക്കോട്ടെ, പണിസ്ഥലത്തായിക്കോട്ടെ, എന്റെ ഉള്ളിൽ തന്നെ ആയിക്കോട്ടെ. എന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഭയങ്കര ഇതുണ്ടായിരുന്നു മനസ്സിന്റെ ഉള്ളിൽ. പക്ഷെ അതിന്റെയൊക്കെ എന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ ഞാനാണ് കാരണം, മറ്റുള്ള ഒരാളും അല്ല, മറ്റുള്ള ഒരു മനുഷ്യനും അല്ല സുഹൃത്തുക്കളെ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തീതും നൻറും പിറർ തര വാർത്ത, ഞാനല്ലാണ്ട് എന്റെ ജീവിതത്തിൽ വേറൊരു ഇത് നടക്കൂല. ഞാൻ നല്ലത് ചെയ്താൽ നല്ലത് നടക്കും, ചീത്തത് ചെയ്താൽ ചീത്തത് നടക്കുള്ളൂ, അത് ഉറപ്പാണ്. അത് എപ്പോഴും ഉള്ളത് ഒരു ഇതാണ്. രണ്ട് വശം ഉണ്ട്. രാത്രി ആയപ്പോ രാത്രിയായി, നാളെ പകലാവും, മറ്റന്നാൾ പിന്നെ രാത്രി പകല്. അതുപോലെ നന്മയും തീമയും എന്ന് പറയുന്ന രണ്ട് ഐറ്റംസ് ഉണ്ട്.
ഞാൻ ആദ്യം വിചാരിച്ചത് ആരും കാണുന്നില്ലല്ലോ, അതുകൊണ്ട് എന്ത് തെറ്റ് ചെയ്താലും ആരും അറിയില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്കൊക്കെ. എനിക്കത് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം ആരും അറിയില്ല, ഞാൻ എന്ത് ചെയ്താലും ഒരു കുട്ടി അറിയില്ല, അതുകൊണ്ട് എന്തും ചെയ്യാം, ആരും കാണുന്നില്ലല്ലോ എന്ന്. ഇന്ന് നന്നായിട്ട് അറിയാം, ദൈവവിശ്വാസത്തിലൂടെ പോകുന്നതുകൊണ്ട് ആ ഒരു വലിയ ശക്തി കാണുന്നുണ്ട്, എന്നെ ഒക്കെ നോക്കുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എന്താ ചിന്തിക്കുന്നത് പോലും ദൈവത്തിന് അറിയാം. ആ ഒരു വലിയ ശക്തിക്ക് അറിയാം ഞാൻ എന്താ ചിന്തിക്കുക, ഞാൻ എന്താ ഇത് ഇപ്പൊ സംസാരിക്കുക എന്നൊക്കെ ആ ഒരു വലിയ ശക്തിക്ക് അറിയാം. പക്ഷെ എന്റെ ഉള്ളില്, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം നടത്തണമെങ്കിൽ, മാറ്റം സംഭവിക്കണമെങ്കിൽ എന്റെ പെർമിഷൻ അവിടെ ആവശ്യമാണ്. അതായത് എന്റെ പെർമിഷൻ ഇല്ലാണ്ട് എന്റെ ഉള്ളിൽ ഒന്നും നടക്കൂല എന്നുള്ളതാ സത്യം. എന്റെ ഒരു സമ്മതം വേണം. ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ പടിയില് ഞാൻ മദ്യത്തിന് മുമ്പിൽ ശക്തിഹീനനാണ് എന്നുള്ള ആ ഒരു സമ്മതം, അത് കാരണമാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. ആ ഒരു സറണ്ടറാണ്. ഇല്ലാന്നെങ്കിൽ നിൽക്കാൻ പറ്റില്ല. അതുപോലെ എല്ലാ ഗുണക്കോളാറുകളും എന്റെ സ്വഭാവ വൈകല്യത്തിന്റെ കാരണം ഞാൻ തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കണം ഇവിടെ. ഞാനൊരു ദേഷ്യക്കാരനാണ്, ഓക്കെ, ഞാൻ സമ്മതിച്ചു. അപ്പൊ അവിടെ എനിക്ക് അത് മാറ്റാൻ പറ്റുന്നുണ്ട്. ഞാനൊരു കള്ളുകുടിയനാണ്, ഓ പക്ക കള്ളുകുടിയനാണ്. അതിന് വേറെ ഡയലോഗ് ഇല്ല, പക്ക കള്ളുകുടിയനാണ്, ഞാൻ സമ്മതിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. ഞാനൊരു കാമഭ്രാന്ത, സൂപ്പർ, കറക്റ്റാ, ഒരു ഇതുമില്ല, ഞാൻ അത് തന്നെയാണ്. ഞാൻ സമ്മതിക്കണം ദൈവത്തിന്റെ മുമ്പിൽ. ഞാനൊരു ദേഷ്യക്കാരനാണ്. ഞാനൊരു, എന്താ പറയാ, ഇത് സംശയരോഗിയാണോ എന്ന് ചോദിച്ചാൽ ആണ്. ഞാൻ സംശയരോഗി, എന്റെ ഭാര്യനെ സംശയിച്ചിക്കണ്, അവള് ഫോൺ എടുത്ത് നോക്കിയിട്ടുണ്ട്, അങ്ങനെ ഞാൻ സംശയ രോഗിയാണ്. അപ്പൊ ഞാൻ അവിടെ സമ്മതിക്കും, അത് ദൈവം എടുത്ത് മാറ്റും. അതല്ലാണ്ട് ഞാൻ ഇത് സമ്മതിച്ചിട്ടില്ലെങ്കിൽ എന്റെ ഉള്ളിൽ അത് കിടന്ന് ഇങ്ങനെ തീയായിട്ട് വെന്തുകൊണ്ടേ ഇരിക്കുക എന്നല്ലാണ്ട് അതിന് വേറെ ഒരു മാറ്റം ഉണ്ടാവൂല. എന്റെ സമ്മതം വേണം. എന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ ശരീരത്തിലായിക്കോട്ടെ, എന്റെ ജീവിതത്തിലായിക്കോട്ടെ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ സുഹൃത്തുക്കളെ. അത് എനിക്ക് ആൽക്കഹോളിക് അനോണിമസിൽ വന്നതിന് ശേഷമാട്ടോ മനസ്സിലായത്. ഇതിനു മുമ്പ് ഞാൻ കുറെ ധ്യാനങ്ങളും പള്ളികളും ഒക്കെ ആയിട്ടൊക്കെ നടന്നു, അതൊക്കെ നല്ലതാണ്, അതൊക്കെ അവരവരുടേതായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അവരൊക്കെ നല്ലതാണ്. പക്ഷെ എനിക്ക് എന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്റെ ഒരേ തരത്തിലുള്ള എന്നെ പോലെ തുല്യ ദുഃഖിതരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, എന്റെ കൂട്ടം, അങ്ങനെ പറയാം, എന്റെ ഒരു കൂട്ടം ജനങ്ങള്, എന്നെ പോലുള്ള ആൾക്കാർ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ അവിടെയാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ, വേറെ എവിടെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇതുപോലെ ഞാനിപ്പോ ഇതാ റോട്ടിന്റെ സൈഡിൽ ഇരുന്നിട്ട് സംസാരിക്കണം, അവിടെ റോട്ടിൽ പോയിട്ട് മൈക്ക് വെച്ചിട്ടൊന്നും ഇത് പറയാൻ പറ്റൂല. ഭ്രാന്തനെ കല്ലെറിഞ്ഞു കൊല്ലും, പണ്ടത്തെ കാലങ്ങളിൽ ചെയ്ത പോലെ. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ എന്റെ ദുഃഖം മനസ്സിലാക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ ആ മേഖലയിലൂടെ സഞ്ചരിച്ചു പോയിട്ടുണ്ടാകും. ഓരോരോ ആൾക്കാർ ഷെയറിങ് കേൾക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ വിചാരിച്ചത് ഞാനാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. ഏഹ് എന്റെ വീട്ടിലാണ് ഇത്രയും വലിയ പ്രശ്നം, ഞാനാണ് ജയിലിൽ കിടന്നിക്കണത്, ഞാനാണ് സൂസൈഡ് ചെയ്യാൻ പോയിട്ടുള്ളത്, ഞാനാണ് ഇങ്ങനെ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഓരോ പഴയ ആൾക്കാരെ ഷെയറിങ് കേട്ടപ്പോ എന്റേതൊന്നും ഒരു പ്രശ്നമില്ല. എന്റേതൊന്നും ഒരു പ്രശ്നമില്ല സുഹൃത്തുക്കളെ. കൂടുതൽ ഒരു മുരുകൻ എന്ന് പറഞ്ഞിട്ട് ഒരു അണ്ണനെ അന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. കാരണം സ്വന്തം ഭാര്യ മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കത്തി അവിടെ ഇങ്ങനെ കത്തുക അത്ര മുന്നിൽ, മൂപ്പര് ബോധമല്ല, കള്ളു കുടിച്ച് അങ്ങനെ കടന്നു നോക്കുക അത്ര. കാരണം സ്വന്തം ഭാര്യ മണ്ണെണ്ണ ഒഴിച്ച് കത്തുക, ഇയാൾ ഇവിടെ നിന്ന് നോക്കുന്ന ഒരു സീന്. മൂപ്പര് അങ്ങനെ ഒരു ഷെയറിങ്ങിൽ പറഞ്ഞപ്പോ എനിക്കത് ഭയങ്കര, എന്റെ അങ്ങനെ ആയിട്ടില്ല. പിന്നെ സ്വന്തം ഭാര്യ വേറെ ഒരുത്തിന്റെ കൂടെ കിടക്കുന്നത് കണ്ട ഏകാരനുണ്ട്, ഷെയർ ചെയ്തപ്പോ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോ എന്റേതൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഞാൻ ഇനിയും കുടിച്ചാൽ എന്റെ അവസ്ഥ അതുപോലെ ആകുന്നുള്ളതിൽ ഒരു സംശയമില്ല. എന്റേതൊന്നും പക്ഷെ ഇനിയും ഞാൻ കുടിച്ചാൽ അവരെക്കാട്ടിൽ അനുഭവം കൂടുതലുള്ള ഒരു മനുഷ്യനായിട്ട് ഞാൻ മാറും, ഉറപ്പാ. കാരണം എന്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഞാൻ മനസ്സിലാക്കിയത് എന്താ പറയുക, ഇതിന്റെ ഉള്ളിൽ വരാണ്ട് കുടിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വേറെ ലെവലാ. അത് കുടിക്കുന്നു, പിന്നെയും വരുന്നു, കുടിക്കുന്നു, പോകുന്നു, അത് അവിടെ ധ്യാനം കൂടി നിർത്തുന്നു, അല്ലെങ്കിൽ വേറെ കൗൺസിലിങ്ങിൽ പോയി നിർത്തുന്നു, വീണ്ടും കുടിക്കുന്നു, അത് വേറെ ലെവലിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. പക്ഷെ ആൽക്കഹോളിക് അനോണിമസിൽ വന്നിട്ട് രണ്ടാമതും പോയി കഴിഞ്ഞാൽ പിന്നെ അടി വേറെ ലെവലായിരിക്കും സുഹൃത്തുക്കൾ. കാരണം മനസ്സിലായതിന്റെ ശേഷം വീണ്ടും കുടിച്ചു കഴിഞ്ഞാല് അത്, എന്താ പറയാ, എന്റെ ജീവിതത്തിൽ അങ്ങനെ കേട്ടോ, എനിക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. കാരണം ഞാൻ പിന്നീട് ആലോചിച്ചു, എടാ ഇതിൽ വന്നിട്ട് എന്താ പറയാ, ഇതിൽ മനസാക്ഷി കുത്ത് ജാസ്തിയാവും. എന്റെ അങ്ങനെ കേട്ടോ. കാരണം അയ്യോ, ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്റെ മനസാക്ഷി പറയും, ജോൺസാ അത് നീ തെറ്റാണ് ചെയ്തത്, അത് ഞാൻ ദൈവത്തിനടുത്ത് സമ്മതിക്കണം. അവിടെ ഞാൻ എന്റെ കാരണം ഞാൻ പറയണം, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ അത് മാറാൻ പറ്റും. ഇല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം എന്നെ വീണ്ടും കുടിയിലേക്ക് എത്തിക്കും. ഞാൻ പണ്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇപ്പോഴും വിഷമിക്കാറുണ്ട് ചില സമയങ്ങളിൽ. ഇങ്ങനെ പണ്ടൊക്കെ ഞാൻ ഭാര്യയ്ക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ട്, എന്റെ അമ്മേനെ നോക്കിയിട്ടില്ല, എന്റെ അച്ഛനെ നോക്കിയിട്ടില്ല, എന്റെ മക്കള് അല്ല അല്ല എന്റെ ചേച്ചിമാരുമായിട്ടുള്ള ഭയങ്കര, എന്താ പറയാ, നല്ല രീതിയിൽ ഇതൊക്കെ എനിക്ക് ഭയങ്കര വിഷമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു സുഹൃത്ത്.
പക്ഷെ ഇന്ന് അതില്ല. കാരണം അതൊക്കെ അതിന്റെ ഒരു ടൈം അങ്ങനെ ആയിരുന്നു. ഇനി സ്നേഹിക്കുക, ഇനി നല്ല രീതിയിൽ നടക്കാമല്ലോ. ഇപ്പൊ ദൈവം ഗിഫ്റ്റ് ആയിട്ട് തന്നുള്ള ഒരു ജീവിതമുണ്ട്. ആ ഒരു ജീവിതത്തിൽ സന്തോഷമായിട്ട് ഇനി മുന്നോട്ട് പോകാം, ആരെയും കുറ്റം പറയാണ്ട്, ആരെയും കാരണം കാണിക്കാണ്ട്, മുന്നോട്ട് പോയാൽ തന്നെ മതി എന്നുള്ളതാണ്. അതൊക്കെ ഞാൻ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലൂടെ പോകുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സുഹൃത്തുക്കളെ. അതിനൊക്കെ ആൽക്കഹോളിക് അനോണിമസിന് നന്ദി പറയാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആൽക്കഹോളിക് അനോണിമസിന് നന്ദി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മനസ്സിലാക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ. ഞാൻ കുറെ ഇങ്ങനെ ദൈവത്തിന് നന്ദി പറയാം, അതൊക്കെ ചെയ്യാം, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഏറ്റവും വലിയ നന്ദി എന്ന് പറഞ്ഞാല് ആൽക്കഹോളിക് അനോണിമസിൽ ഞാൻ മനസ്സിലാക്കുന്ന വേറെ ഒറ്റ ഒറ്റ കാര്യമുള്ളൂ. ഈ ഒരു സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്ദിയായിട്ടുണ്ടാവുള്ളൂ. കാരണം ഇത്ര മാത്രം വണ്ടർഫുൾ ആയ ഒരു പരിപാടി അറിയാണ്ട് ഒരു കള്ളുടിനും ചാകാൻ പാടില്ല. അത്രേ ഉള്ളൂ. ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഉണ്ടായിട്ട് ഇനി അറിഞ്ഞിട്ട് വന്നിട്ട് കുടിച്ച് പോയി ചാകുകയാണെങ്കിൽ ചത്തോട്ടെ, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഈ ഒരു സന്ദേശം, ഈ ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അതന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. ഇപ്പൊ ഞാൻ 6 വർഷവും 7 മാസവും 7 ദിവസമായി, അതൊക്കെ വലിയ കാര്യം തന്നെയാണ് എന്റെ ജീവിതത്തിൽ. എങ്കിൽ പോലും ഞാൻ എത്ര ആൾക്ക് ഇതൊരു സന്ദേശം കൊടുത്തു എന്നുള്ളതാണ് അവിടെ ക്വസ്റ്റ്യന്, വേറെ ഒന്നല്ല. എത്ര ആൾക്ക് എനിക്ക് ഈ മെസ്സേജ് കൊടുക്കാൻ പറ്റി നോക്ക് ആലോചിക്കുമ്പോ ആലോചിക്കുമ്പോ സന്തോഷമുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ നിലനിൽക്കുന്നുണ്ട്, ഇല്ല, അതൊക്കെ രണ്ടാമത്തെ വിഷയം, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ മെസ്സേജ് കൊടുക്കാൻ പറ്റി. പിന്നീട് ഞാൻ കുറച്ച് ദിവസങ്ങൾ ആകും തോറും ചിന്തിക്കുന്ന വേറൊരു കാര്യങ്ങളുണ്ട് സുഹൃത്തുക്കളെ. ഈ മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന പോലെ ഞാൻ കാരണം, ജോൺസൺ കാരണം ഒരാൾ കുടിച്ചു പോകരുത്. അതിലിപ്പോ വളരെ എന്താ പറയാ, നമ്മളെ ഒരു വർത്തമാനം മതി ഒരു ആൾക്കാർ കുടിയിലേക്ക് എത്തിക്കാനൊക്കെ. നമ്മൾ അങ്ങനെയും ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. ഞാൻ അങ്ങനെയാണ്. കാരണം ഞാൻ സന്ദേശം കൊടുക്കുമ്പോൾ അയാൾ സുബോധ ജീവിതം വരുന്നുണ്ട്, അത് വേറെ കാര്യം. അല്ല, വരുന്നുണ്ട് ഇല്ലേന്നൊന്നും അറിയില്ല. പക്ഷെ എന്റെ വാക്കുകൾ കാരണം ഇപ്പൊ ഞാൻ എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞിട്ട് ഒരു ഏക്കാരനോ ആരെങ്കിലും വീണ്ടും പോയി കുടിക്കുകയാണെങ്കിൽ അത് വലിയൊരു 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 ഫാൾട്ടായി മാറും എന്റെ എന്റെ എന്താ പറയാ, എന്റെ ഒരു ഇതില്. അപ്പൊ അതൊക്കെ ഇനി വളരെ ശ്രദ്ധിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. അതിനൊക്കെ ആൽക്കഹോളിക് അനോണിമസിന്റെ ഈ ഒരു പ്രോഗ്രാമാണ് സഹായിക്കുന്നത്. കുറച്ച് നേരം ഇപ്പൊ കുറച്ച് ചുമ കൂടി. എന്തായാലും കുഴപ്പമില്ല. ഈ ഒരു രീതിയിലൊക്കെ പോകാന് ആ ഒരു ദൈവം സഹായിക്കുന്നത് അത് തന്നെയാണ് ഏറ്റവും. എനിക്ക് ദൈവത്തിന് നന്ദി പറയാനേ ഉള്ളൂ സുഹൃത്തുക്കളെ. കാരണം ഇതിനെ കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ ഇപ്പോഴും എന്തിന് കുടിക്കുന്നതിന്റെ അറിയാണ്ട് കുടിച്ചുകൊണ്ടിരിക്കും. കാരണം അറിയാണ്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും. എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടും പല ആൾക്കാരെ ഇത് ഇങ്ങനെ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ മാറി എനിക്കായിട്ടൊരു ജീവിത രീതി, തമിഴിൽ പറയുകയാണെങ്കിൽ വാൾക്കൈ മുറൈ എനിക്കുണ്ട്. ആ ഒരു മുറയിൽ, ആ ഒരു ജീവിത രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ഇനി പഴയ കളികളൊന്നും നടക്കൂല. അതെല്ലാം പൂട്ട് കടലിന്റെ ആഴങ്ങളിൽ തള്ളിവിടുക, അത്രേ ഉള്ളൂ. ഇനിയുള്ള ജീവിതം സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ എനിക്കായിട്ട് ഇപ്പൊ ആൽക്കഹോളിക് അനോണിമസ് ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. ആ ഒരു പ്രോഗ്രാമിൽ എന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്ത് പോവുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുടി നിർത്തുന്ന പോലെ സിമ്പിൾ ഒന്നല്ല. എനിക്ക് കുടി നിർത്തുന്നത് വലിയ ഇപ്പൊ കാര്യമായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഈ പ്രോഗ്രാം ഫോളോ ചെയ്യാന്ന് പറയുമ്പോൾ എന്റെ ഉള്ളിന്റെ ഉള്ളില് ചില ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടൂല. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഫോളോ ചെയ്താൽ നല്ലതാ. ഫോളോ ചെയ്താൽ മദ്യാസക്തനെ എനിക്ക് എന്ത് പ്രശ്നങ്ങളിൽ കുടിക്കാതിരിക്കാൻ പറ്റും, നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും, എതിനും ഫേസ് ചെയ്യാൻ പറ്റും സുഹൃത്തുക്കളെ. പക്ഷെ അതൊന്നും ഞാൻ ചെയ്യൂല, കുടി മാത്രം നിർത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടി കിട്ടും. കുറെ കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരും. ഇപ്പൊ കൊറോണ ഒക്കെ അതുപോലെ എന്തെങ്കിലുമൊക്കെ, ആരെങ്കിലും മരണോ അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷമോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ വീണ്ടും ജോൺസൺ അതാ കിടക്കുന്നു മൂത്രച്ചാലില്, അങ്ങനെ പോയി കിടക്കും. കാരണം അതൊക്കെ ആയിരുന്നു എന്റെയൊക്കെ പഴയ അവസ്ഥ. ഒന്നും പറയാനില്ല. കാരണം അത്രമാത്രം എന്താ ഞാന് അവമാനപ്പെട്ട്, എന്താ പറയാ, അത്രമാത്രം ബുദ്ധിമുട്ടി ഞാൻ ചെയ്ത് ഞാനായിട്ട് എന്റെ മനസ്സിൽ അതൊക്കെ എനിക്കൊരു ഗിഫ്റ്റാണ്, ദൈവം തന്ന ഒരു ഗിഫ്റ്റാണ്. അതല്ലാണ്ട് അത് മോശമായിട്ടല്ല ഞാൻ ഇപ്പൊ എന്റെ മനസ്സിൽ കാണുന്നത്. അതൊക്കെ എനിക്ക് ദൈവം തന്നൊരു നല്ലൊരു അനുഭവമാണ്. അത്രമാത്രം ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഭാര്യ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കലും, ഈ സ്വന്തം കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് അവിടെ മൂത്രമൊഴിച്ച് വെച്ച് അങ്ങനെ കുറെ പ്രശ്നങ്ങള്, ഒരുപാട് 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 പ്രശ്നങ്ങൾ, ഒരുപാട് കുടിച്ചന്നൊക്കെ പല പ്രശ്നങ്ങൾ തന്നെയാണ്. കുടിച്ചന്നൊക്കെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ സുഹൃത്തുക്കളെ. ഒരുപാട് എന്റെ പ്രസ്റ്റീജിനെ, അതായത് എന്റെ ആ, ആണാണ് എന്നുള്ള ആ ഒരു ഇതിനെ തകർക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്റെ വൈഫ് എന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് കുടിച്ചിട്ട് അവളൊക്കെ നല്ല കുട്ടിയാ. അവളൊക്കെ കല്യാണം കഴിഞ്ഞ് വരുന്ന മുമ്പൊക്കെ നല്ല നല്ല ഇതാണ്. ഞാനാണ് ഒരു രീതിയിൽ ഭ്രാന്തിയാക്കി മാറ്റിയത് ഞാനാണ്. കാരണം അത്രമാത്രം നല്ലൊരു സ്നേഹത്തോടെ വളർന്ന ഒരു കുടുംബത്തിലെ ഒരു 9 മക്കളിൽ ലാസ്റ്റത്തെ പെൺകുട്ടിയാണ് എന്റെ വൈഫ്. അപ്പൊ അവളെ പാലക്കാടാ വീട്. ഉണ്ണിയെന്നാ വിളിക്കുക. അപ്പൊ ആ ഉണ്ണീനെ ഞാൻ കൊണ്ടുവന്ന് ഇവിടെ ഭയങ്കരമായിട്ട് എന്താ പറയാ, അതൊക്കെ ആലോചിക്കുമ്പോ
എന്താ പറയാ, എത്ര പരിഹാരം ചെയ്താലും മതിയാവൂല. കാരണം അത്രമാത്രം ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്. അത്രമാത്രം എന്താ പറയാ, മുഖമൊക്കെ അടിച്ചിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോയിട്ടുണ്ട്. അതായത് അത്രമാത്രം എന്താണോ വെറുപ്പ് എന്ന് എനിക്കറിയില്ല. കാരണം എന്റെ കള്ളുകുപ്പി എടുത്ത് കക്കൂസിൽ വെച്ചുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ദേഷ്യം വന്നിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ട് എന്റെ അമ്മേന്റെ അച്ഛനും മുമ്പിലിട്ട് എന്നെ ഇട്ട് തല്ലിയിട്ടുണ്ട്. അങ്ങനത്തെ ഇതൊക്കെ എനിക്ക് എന്താ, ഇവിടെ ഞാൻ ധൈര്യത്ത് പറയും, എന്റെ ഭാര്യയൊക്കെ എന്നെ നല്ല തല്ലിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ അതൊക്കെ എന്താന്ന് പറഞ്ഞാൽ അതൊക്കെ ആ ഒരു വെറുപ്പ്, ആ ഒരു എന്താ ഒരു ദേഷ്യം എനിക്ക് ചെയ്യാൻ അടിക്കാൻ പറ്റില്ല. കാരണം ഞാൻ നാല് കാലിലല്ലേ നിൽക്കുക, മുണ്ട് വരെ ഉണ്ടാവൂല. അത് എടുത്ത് ഉടുക്കുമ്പോഴത്തേനും ചവിട്ടി അവിടെ ഒരു മൂലയിൽ കൂട്ടിയിടുന്ന ഒരു അവസ്ഥ. അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇതൊക്കെ എനിക്കൊരു വെറുപ്പായിട്ട് ഏല് വന്നതിന് ശേഷം ഈ പ്രോഗ്രാമിൽ വരുന്ന മുമ്പ് വരെ എനിക്കിതൊരു അവളെ കാണുമ്പോൾ ഒരു വെറുപ്പാ. കാരണം എന്നെ ഇങ്ങനെ ചെയ്തല്ലോ, എന്നെ അങ്ങനെ ചെയ്തല്ലോ, ഇവൾ ഇങ്ങനെ ചെയ്യാൻ പാടുമോ, ഒരു ആണിന് ഇങ്ങനെ ചെയ്യാം, എന്ത് ആണ് ഇവിടെ ആണും പെണ്ണും കെട്ടണമെങ്കിൽ നടക്കുകയാണ്, ഒരു പറഞ്ഞൊരു വാക്കിന് വിലയില്ലാണ്ട് പിന്നെ എന്ത് ആണ്. അവിടെ ഒന്നും അതൊന്നും അല്ല സുഹൃത്തെ. ആൽക്കഹോളിക് ആണ്, ക്ഷമിക്കുക. എനിക്ക് ആരെന്ത് ചെയ്തു എന്നൊന്നും ഒരു പ്രശ്നമില്ല, അതൊക്കെ ക്ഷമിച്ച് കളയുക. ഞാൻ എന്താ ചെയ്തിട്ടുള്ളത് എന്റെ വൈഫിന്, അത് മാത്രം നോക്കാനാ പറഞ്ഞത്. അപ്പൊ അത് നോക്കുമ്പോൾ ഇന്ന് സന്തോഷകരമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് സുഹൃത്തുക്കൾ. അപ്പൊ അത് വൈഫിന്റെ കാര്യം പറഞ്ഞപ്പോ വേറെ ഒന്നല്ല, അവള് ഞാനില്ലെങ്കിൽ മരിച്ചു പോകുന്ന പറഞ്ഞ് പണ്ട് ലവ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞൊരു ആ ഒരു മനസ്സിനെ അവസാനം എന്റെ കുടിയിൽ അവള് പറഞ്ഞു, നീയൊക്കെ ഒരു ആണായിട്ട് എന്തിനാണ് ജീവിക്കുന്നത്, പോയി ചത്ത് തൊലയിന്ന് പറഞ്ഞു. ചത്ത് തൊലഞ്ഞോന്ന് പറഞ്ഞു, മക്കളൊക്കെ ഞാൻ നോക്കിക്കോളും, നീ പോയി ചാവടാന്ന് പറഞ്ഞു. അത്രമാത്രം ഞാനില്ലെങ്കിൽ മരിച്ചു പോകുന്നുള്ള അവസ്ഥയിൽ നിന്ന് എന്നെ മരിപ്പിക്കാൻ, അതായത് എന്നെ കൊല്ലാൻ, പോയി ചാകാൻ പറയുന്ന രീതിയിലേക്ക് അവളെ മനസ്സിനെ ഞാൻ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അത് മാറ്റിയത് എന്റെ ഒരു കുടിയാ, എന്റെ ഒരു സ്വഭാവ വൈകല്യ. കുടി കാരണം ഞാൻ ചെയ്ത തെമ്മാടിത്തരാ. കുടിച്ചിട്ട് മിണ്ടാതെ പോയി കിടക്കൊന്നുമില്ല, ഫോൺ എടുക്കും, അവളെ വിളിക്കും, ഇവളെ വിളിക്കും. പിന്നെയാണ് കുട്ടി ഒരു ഒരു ചാവി കൊടുക്കുന്ന ഒരു ഇതാണ്. മറ്റേ എന്താ പറയാ, എന്റെ സ്വഭാവ വൈകല്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതിലേക്ക് ഈ സാധനം എടുത്തിട്ട് ഈ കള്ള് കയറി കഴിഞ്ഞാൽ പിന്നെ മനസ്സുമില്ല, മനസാക്ഷിയും ഇല്ല. ഞാൻ ചെയ്യുന്നത് ശരി, ഞാനാണ് ഏറ്റവും വലുത്, ഞാൻ ഞാനാണ് എല്ലാം, അങ്ങനത്തെ ഒരു ചിന്ത എന്റെ ഉള്ളിൽ വരും. അപ്പൊ പിന്നെ ഞാൻ ചെയ്യുന്നത് തന്നെ എന്തു ചെയ്താലും അതിനൊരു മൊട്ട കാരണം പറയും. എന്ത് ചെയ്താലും അതിനൊരു കാരണം പറയും. നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാരെയും എന്താ പറയാ ഇതാക്കുക. എന്റെ വൈഫിനൊക്കെ അങ്ങനെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇന്ന് ഓർക്കാൻ പറ്റുന്നുണ്ട്. ആൽക്കഹോളിക് ആണ്, ഇതൊക്കെ ഞാൻ മറന്നു പോയാൽ ഞാൻ കുടിച്ചു പോകും. ഇതൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല. മറക്കാൻ പാടില്ല പറഞ്ഞാൽ സങ്കടത്തോടെ ഇരിക്കല്ല. ഇതൊക്കെ ദൈവം തന്നൊരു ഗിഫ്റ്റ് ആണ്. അപ്പൊ അത് ഈ ഹാപ്പിയിലൂടെ, അതായത് ഇന്ന് ഞാൻ അതിന് പരിഹാരം ചെയ്ത് സന്തോഷം, ഇനിയും അവിടെ ചീത്ത പറയുകയാണെങ്കിൽ കേൾക്കാൻ തയ്യാറാണ്. കുഴപ്പമില്ല, ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, അതിനുള്ളതാണല്ലോ കിട്ടുന്നത്. അപ്പൊ അത് കേൾക്കാൻ ഓക്കെയാണ്. അല്ലാണ്ട് അത് അയ്യോ ഇപ്പൊ ഞാൻ കുടിക്കുന്നില്ല, ഏയിൽ ഇത്ര വർഷം ഇപ്പോഴും എന്നെ അങ്ങനെ അതൊന്നും ഇവിടെ എങ്ക കഥയ്ക്ക് ആകാതെന്ന് പറയാം. എങ്ക അത് വേളയ്ക്കേ ആകാതെ. ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കുക എന്നുള്ളത് തന്നെ മാത്രമാണ്, വേറെ ഒന്നുമില്ല. ഇന്നിപ്പോ എന്തായാലും ശരി, സന്തോഷകരമായിട്ട് സുഹൃത്തുക്കൾ ആ ഒരു ഫാമിലിയിലൂടെ തന്നെ ഇന്ന് പരിഹാരപരമായിട്ട് ജീവിക്കാന് ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമാണ് എന്നെ സഹായിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ ഡൈവേഴ്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഇപ്പോഴും അവള് വെറുത്ത് ഇതാക്കി നടക്കുന്നുണ്ടാവും, ഇപ്പോഴും അങ്ങനെ ചെയ്തിട്ട് നടക്കുന്നുണ്ടാവും. ഞാൻ കുടിക്കില്ലായിരിക്കും, പക്ഷെ കുടിക്കാത്തൊരു കുടിയന്റെ, ഒരു വരണ്ട കുടിയന്റെ അവസ്ഥ, ആ ഒരു അവസ്ഥയിൽ ജീവിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. സന്തോഷമായിട്ട് ജീവിക്കുക. ആൽക്കഹോളിക് അനോണിമസ് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, സെലിബ്രിറ്റി സോബറിറ്റി, അவ்வளவுதான். സന്തോഷമായിട്ട് ആ ഒരു സോബറിറ്റിനെ സെലിബ്രേറ്റ് ചെയ്ത് ഹാപ്പി ആയിട്ട് ജീവിക്കണം. അതാണ് മദ്യാസക്തന്റെ എത്രമാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സന്തോഷങ്ങളൊക്കെ കുടിച്ച് കളഞ്ഞ് ആകെ നാശകോടാലിയാക്കിയിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇന്ന് എന്റെ ഉള്ളിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. വേറെ ആരും കാണിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, വേറെ ആർക്കും കിട്ടാത്ത ഒരു ആത്മസന്തോഷം എനിക്ക് എന്റെ ഉള്ളിലുണ്ട്. അതിപ്പോ എന്താ എങ്ങനെ പറയാന്നൊന്നും എനിക്കറിയില്ല. കാരണം അത് മീറ്റിങ്ങിലാണെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, എന്റെ ഉള്ളിൽ ഒരു മനതൃപ്തി എന്ന് പറയും, ആ ഒരു തൃപ്തി എനിക്ക് ആൽക്കഹോളിക് അനോണിമസിലായിരിക്കുന്നതുകൊണ്ട് കിട്ടുന്നുണ്ട്. അതിന് വേറെ ഒന്നുമല്ല, ഇതിന്റെ കാരണക്കാരൻ ഞാൻ തന്നെയാണെന്നുള്ള, ആരും കുറ്റപ്പെടുത്താത്തത് കൊണ്ട് മാത്രമാണ്. മറ്റുള്ളവരടുത്തൊന്നും കുറ്റം കാണുന്നില്ല. കാരണം തമിഴിലൊക്കെ പറയും, ആ മുതൽ കുണ്ടിയെ കഴുകുട അപ്പുറം ആ മത്തവൻ കുണ്ടിയെ കഴുകുക പറയും. അപ്പൊ ഞാൻ എന്നെ വൃത്തിയാക്കണം, അല്ലാണ്ട് മറ്റവന്റെ കഴുകിയിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ ആ ഒരു സ്ഥിതിയിലേക്ക് ഞാൻ ഇന്ന് എന്നെ തന്നെ ഒന്ന് വൃത്തിയാക്കാൻ, ഇനിയും ഒരുപാട് ഭാഗങ്ങൾ ശരിയാക്കാനുണ്ട് സുഹൃത്തുക്കളെ. ഇതിലൊന്നും കംപ്ലീറ്റ് ഒന്നും ആകാൻ പറ്റൂല. കാരണം അത്ര മാത്രം വൈകല്യം പിടിച്ച മനുഷ്യനാണ്. ഇപ്പോഴും ചിലത് എത്തി നോക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ സ്വയം വിലയിരുത്തൽ നടത്തുമ്പോൾ, അതായത് ഇപ്പോഴും അത് പുറത്തേക്ക് വരാറുണ്ട്. പക്ഷെ അത് വരുന്ന മുമ്പ് തന്നെ അത് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത്രേ ഉള്ളൂ. തുടർന്ന് സുയപരിശീലന ചെയ്തും തവറ് ചെയ്ത പോതെല്ലാം അതിനെ ഒപ്പിക്കൊണ്ടോന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ തുടർന്ന് സുയപരിശോധന ചെയ്യാനും തെറ്റ് ചെയ്യുമ്പോഴൊക്കെ ഉടനെ സമ്മതിക്കാൻ, ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞിട്ടല്ല,
ആ ചെയ്യാൻ എൻ്റെ മനസ്സിൽ വരുമ്പോൾ തന്നെ ഞാനത് പറ്റാത്ത ആളാണ്, അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. അതിനൊക്കെ ആൽക്കഹോളിക് അനോണിമസിന്റെ പടികളും പാരമ്പര്യങ്ങളൊക്കെ എന്താ പറയാ, ഒന്ന് മനസ്സിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓടിയാൽ മതി. ചില സമയങ്ങളിൽ വേണ്ട സമയത്ത് ദൈവം അതൊക്കെ ആ സമയത്തിൽ അവിടെ മനസ്സിൽ എത്തിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. എന്തെങ്കിലും വേണ്ടാത്ത ചെയ്യാൻ തോന്നിയാൽ അത് തെറ്റാണ്, ജോൺസൺ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ളത്. അത് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കാം, ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരിക്കും, പക്ഷെ അത് തെറ്റായിരിക്കും. അപ്പൊ അത് ഞാൻ ചെയ്യാൻ പാടില്ല, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മറ്റത് അങ്ങനെയല്ല. ഞാൻ അപ്പൊ ആദ്യം കണ്ടത്, ഫസ്റ്റ് ഒക്കെ ഞാൻ കണ്ടിരുന്ന ഒരു മെയിൻ കാര്യം ഇതെന്താന്ന് പറഞ്ഞാൽ, എനിക്കിഷ്ടമുള്ളത് ചെയ്യും, ഇഷ്ടമില്ലാത്തത് ചെയ്യൂല എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യൂല എന്നുള്ളതായിരുന്നു. പക്ഷെ ആൽക്കഹോളിക് അനോണിമസ് അതല്ല പറയുന്നത്. നല്ലത് ചെയ്യുക, ചീത്തത് ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. നല്ല കാര്യം ചെയ്യുക, ചീത്ത കാര്യം ചെയ്യാതിരിക്കുക. എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കുറെ ഇഷ്ടമാണ്, അത് ഞാൻ ചെയ്യായിരുന്നു, അത് ചെയ്യാൻ പാടില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചിലപ്പോൾ നല്ല നല്ല കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര എന്താ പറയാ, യൂണിവേഴ്സിറ്റി ഒക്കെ മാറി നിൽക്കണം ആൽക്കഹോളിക് അനോണിമസിന് മുമ്പിൽ. കാരണം അത്ര മാത്രം പൽഹലൈക്കഴകം എന്നാ പറയാ, അതായത് യൂണിവേഴ്സിറ്റി എത്ര മാത്രം വലുതാണ്, അതുപോലെ വലിയൊരു സമുദ്രം, വലിയൊരു സംഭവമാണ് ആൽക്കഹോളിക് അനോണിമസ്. ഇന്ന് എനിക്ക് ഇന്നത് മനസ്സിലാക്കാം, അത്രമാത്രം നല്ലൊരു സ്ഥലത്താണ് ഞാനും. കാരണം അതിലൊരു അംഗമായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നത് ദൈവത്തിന് നന്ദി പറയാണ് സുഹൃത്തുക്കളെ. കാരണം എത്രയോ ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം ഈ ഒരു സമയത്ത് എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല, ചില വീടുകളിലും ഇതിലൊക്കെ. പക്ഷെ എനിക്ക് ഇന്ന് ഇതിനെക്കുറിച്ച്, എന്താ ആൽക്കഹോളിക് അനോണിമസിൽ ദൈവം എനിക്ക് തന്ന നന്മയെ കുറിച്ചൊക്കെ ഒരു രണ്ട് വാക്ക് പറയാനും അതിലെനിക്കൊരു സന്തോഷം കണ്ടെത്താനും, അത് മാത്രമല്ല എനിക്ക് അതിലൂടെ ഒരു സന്ദേശം കൊടുക്കാനൊക്കെ പറ്റുന്നത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. അല്ലാണ്ട് എന്താ പറയാ, കുടിക്കുന്നില്ല. എന്റെ അച്ഛനൊക്കെ കള്ളുകൂടി നിർത്തിയ ഒരു വ്യക്തിയാണ്, ഇങ്ങനെ ധ്യാനം കൂടിയിട്ട് 91 ധ്യാനത്തിന് പോയിട്ട് മരിക്കണവരെ കള്ളു കുടിച്ചിട്ടില്ല. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ വേറെ മതപരമായിട്ട് പോയതുകൊണ്ട് മൂപ്പർക്ക് പറ്റാത്ത ഒരു കാര്യം എനിക്ക് പറ്റുന്നുണ്ടെന്ന് പറയാം. കാരണം മൂപ്പർക്ക് ഈ ഒരു സന്ദേശം ഒന്നും ആർക്കും കൊടുക്കാനൊന്നും പറ്റൂല, കാരണം മതപരമായിട്ട് നിർത്തിയതുകൊണ്ട് അങ്ങനത്തെ ഇതിൽ പോയി. പക്ഷെ ഞാൻ ആൽക്കഹോളിക് അനോണിമസിലൂടെ ഞാൻ മദ്യപാനം മാറ്റി വെച്ച് മുന്നോട്ട് പോകണതുകൊണ്ട് എനിക്ക് എനിക്ക് അച്ഛനക്ക് പറ്റാത്ത ഒരു കാര്യം, എനിക്ക് ഈ ഒരു സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നുള്ള, അതാണ് ഏറ്റവും വലിയൊരു സന്ദേശം. വേറെ ഒന്നല്ല സുഹൃത്തുക്കളെ. ഏറ്റവും വലിയൊരു ഹാപ്പി എന്ന് പറഞ്ഞാല്, ഇത് നന്ദിയുള്ളവനായിട്ട്, ഈ ഒരു പ്രോഗ്രാമിന് നന്ദിയുള്ളവനായിട്ട് ഇരിക്കണമെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക്, ഞാൻ ഡെയിലി ആർക്കെങ്കിലും ഒരാൾക്ക്, ഇന്ന് പോലും ഒരു ചെക്കനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈറ്റിൽ കുടീനെ പറ്റിയിട്ട്. അവിടെ മുതലാളിയാണ് അയാള്, വലിയ മഞ്ചേരി അസർപ്പാക്കാന്ന് പറയാം. അപ്പൊ അയാൾക്ക് കുറെ ബിൽഡിങ്ങും കാര്യങ്ങളും, അയാൾ സിഗരറ്റ് വലിക്കും ഇടക്കിടക്ക്. എന്നിട്ട് കുറെ ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ മറ്റേന്താണ്, ഒരു ചുയിങ്കം പോലെ വായിലിട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനൊരു മരുന്നുണ്ട്, വൺ ഡേ അറ്റ് ടൈം, ഇന്നത്തെ ഒരു ദിവസം മാറ്റി വെക്കുക അസർപ്പാക്ക, അപ്പൊ പിന്നെ അങ്ങനെ പോവാ, നാളത്തെ ഒരു ദിവസം ഇല്ലല്ലോ നമുക്ക്, ഇന്നത്തെ ഒരു ദിവസം. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഇത്, അപ്പൊ പറഞ്ഞു ഞാനിങ്ങനെ മീറ്റിങ്ങിലാണ്, ഇങ്ങനെ മഞ്ചേരിയൊക്കെ ഒരുപാട് മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ, ഇത് സന്ദേശമൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ മൂപ്പര് അത് നല്ലൊരു പരിപാടിയാണല്ലേ എന്നൊക്കെ പറഞ്ഞു. മൂപ്പര് വരുന്നുണ്ടോ ഇല്ലെന്നോ ഇല്ല എന്നൊക്കെ പറയുമ്പോ എനിക്കും ഉള്ളിലൊരു ഒരിതാണ്. എപ്പോഴെങ്കിലും ഒരാൾ, ഞാൻ ആർക്കെങ്കിലൊക്കെ മദ്യാസക്തർക്കൊക്കെ പറയുമ്പോൾ എന്റെ നമ്പർ കൊടുക്കാൻ പറയും. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ കൊടുക്കി, ബാക്കി നമുക്ക് വിളിച്ച് സംസാരിച്ച്. എന്താ പറയുക, എനിക്ക് അത്രയും സന്തോഷം. കാരണം ഈ ഒരു സന്തോഷം ഞാൻ ഇതിൽ അനുഭവിക്കുന്നുണ്ട്. അവര് വിളിക്കുന്നുണ്ടോ സംസാരിക്കുന്നുണ്ടോ എന്നല്ല, ഇതൊരു സന്ദേശം കിട്ടിക്കഴിഞ്ഞാല് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ, അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒരു രണ്ടാൾക്കാർ വന്ന് പറഞ്ഞോണ്ടാ ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത്. അന്ന് അവര് വരാതിരുന്നുണ്ടെങ്കിൽ എന്റെ അളിയനെ കൊണ്ടുപോയത്. എന്റെ ചേച്ചിയുടെ ഭർത്താവാണ് ഗൂഡല്ലൂർക്ക് മീറ്റിങ്ങിനൊക്കെ കൊണ്ടുപോയപ്പോ വേറെ കുറെ ആൾക്കാരൊക്കെ കാറിലൊക്കെ വന്ന് കള്ളൊക്കെ മേടിച്ച് തന്നിട്ടാണ് കൊണ്ടുപോയത്. പക്ഷെ പിന്നെയും ഞാൻ കുടിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ എങ്കിൽ പോലും അന്ന് എനിക്ക് ഈ ഒരു ആൽക്കഹോളിക് അനോണിമസിനെ കണ്ടെത്താൻ പറ്റിയത് കൊണ്ടാണ് ഇന്ന് നിലനിൽക്കാൻ പറ്റുന്നത്. അന്ന് അവർ വന്നിട്ടില്ലെങ്കിൽ, ആ ഒരു തയ്യാറെടുപ്പ് എടുത്തില്ലെങ്കിൽ ഇന്ന് എന്റെ ജീവിതം ഒന്നും പറയാൻ പറ്റില്ല സുഹൃത്തുക്കളെ, എങ്ങനെ ആയിട്ടുണ്ടാവും. പക്ഷെ ഇന്നൊക്കെ അവർക്കൊക്കെ നന്ദി പറയുകയാണ് ഞാൻ. കാരണം അത്രമാത്രം മോശപ്പെട്ട മനുഷ്യനായ എന്നെ ഇന്ന് ഒരു കുറച്ചെങ്കിലും, വലിയ ഒന്നും മറ്റേ രൂപക്കൂട്ടില് പുണ്യാളനായിട്ട് ഇരിക്കുന്നല്ല, ഒരു ചെറുതായിട്ടൊരു മാറ്റം എന്റെ ജീവിതത്തിൽ, എന്താ പറയാ, ഇടപെട്ടുകൊണ്ട് ദൈവം ഇടപെട്ടുകൊണ്ട് ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയാണ്. ഏതായാലും ഇതേപോലെ തന്നെ മുന്നോട്ട് തുടർന്ന് പോകാൻ പറ്റണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. തുടർന്ന് പോകണമെങ്കിൽ വേറൊന്നല്ല, ഈ ഒരു സന്ദേശം മറ്റുള്ളവർക്ക് കൊടുത്താൽ മതി. നമ്മളെ രാധാകൃഷ്ണേട്ടന്, കൊണ്ടോട്ടി രാധാകൃഷ്ണേട്ടൻ ഉണ്ട്. അപ്പൊ മൂപ്പര് ഇങ്ങനെ പറയും, നമുക്ക് കുടിക്കാതിരിക്കണമെങ്കിൽ നാട്ടിലൊരു ഗ്രൂപ്പ് മീറ്റിംഗ് ഇടുക, അവിടെ ഇരിക്കാന്ന് പറയും. ആരും വന്നില്ലെങ്കിലോ നിന്റെ മകന് വേണ്ടിയിട്ടേക്ക് ഇടാന്ന് പറഞ്ഞു. എനിക്കത് ചിരി വന്നു, കാരണം എനിക്ക് രണ്ട് ആൺകുട്ടികളാണ്.
ഒരു മീറ്റിംഗ് ഹാളിൽ ഇട്ടിട്ട് ഒരു മീറ്റിംഗ് തുടങ്ങുക, എന്നിട്ട് അവിടെ ഇരിക്കുക. എനിക്ക് കുടിക്കാതിരിക്കാൻ പറ്റും? ആരെയും കാത്തിരിക്കുക. അപ്പൊ ഞാൻ പറയാം, ആര് വരണേ? എനിക്ക് രണ്ട് ചെക്കന്മാരുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ വന്നാലോ? സത്യമാണ്, പറയാൻ പറ്റൂല. കാരണം എനിക്ക് എന്റെ അച്ഛൻ കള്ളുകൂടിയനാണ്, എന്റെ താത്തൻ കള്ളുകൂടിയനാണ്. ഞങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് കുടിക്കുന്ന ആൾക്കാരാ. എന്റെ മക്കളൊക്കെ എന്താവുന്നത് ദൈവത്തിന് അറിയുള്ളൂ. പക്ഷെ മൂപ്പര് പറഞ്ഞൊരു ഇത് എനിക്ക് മനസ്സിന് ഇതായി. അങ്ങനെയും സംഭവിക്കാം. അതുകൊണ്ട് അതിലൊക്കെ ഉദ്ദേശിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ മക്കൾ കുടിക്കോ ഇല്ലയെന്നൊന്നും അല്ല എന്റെ വിഷയം. പക്ഷെ എനിക്ക് ഈ ഒരു സന്ദേശം എടുത്ത് പറയാൻ പറ്റിയാൽ മാത്രം മതി സുഹൃത്തുക്കളെ. ഞാൻ ഇന്ന് അധികം കൂടുതൽ സംസാരിക്കുന്ന ആൽക്കഹോളിക് അനോണിമസിൽ മാത്രമേ എടുക്കുള്ളൂ. ബാക്കി നോർമൽ ആൾക്കാരുടെ അടുത്തൊക്കെ അളവാത്ത പേസ്, അതായത് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾക്ക് ഉത്തരം പറയാ അത്രേ ഉള്ളൂ. വേറെ ഒന്നും വലിയതൊന്നും പറയൊന്നുമില്ല. പക്ഷെ ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞാൽ എനിക്ക് 100 നാവാ. എന്റെ ഭാര്യ എപ്പോഴും പറയും, നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ 100 നാവാന്ന് പറയാം. സത്യമാണ്. എനിക്ക് ആൽക്കഹോളിക് അനോണിമസ് എന്ന ജീവനാണ്. എനിക്ക് അത്ര ഇഷ്ടമാണ്. ഏഹ് അത്രയും ഞാൻ സ്നേഹിക്കുന്നുണ്ട് സുഹൃത്തുക്കൾ. കാരണം എന്നെ എനിക്ക് മനസ്സിലാക്കി തന്ന, എന്റെ ജീവിതം ജീവനൊക്കെ തിരിച്ചു തന്ന, ഇതിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുകൊണ്ട് ഇത് എന്താ പറയാ, ഒന്നുമില്ല, ജീവിതകാലം മുഴുവൻ ഇതിന്റെ കൂടെ അങ്ങനെ പോയാൽ മതി. ഇങ്ങനെ ആ ഒരു ജീവിത രീതിയിലൂടെ കുറെ കാര്യങ്ങൾ മാറ്റി വെക്കണം എന്നുള്ളൂ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ആകുമ്പോൾ ദൈവം തന്നെ എടുത്തു മാറ്റും. ഇപ്പൊ ദേഷ്യപ്പെടാതെ കുറച്ച് ദിവസം അങ്ങനെ ദേഷ്യം വരുമ്പോൾ അത് ഇങ്ങനെ കറക്റ്റ് ആക്കി പോയ ദേഷ്യം തന്നെ നമ്മൾ വിട്ടു പോകും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഞാൻ ദേഷ്യം വരുമ്പോൾ അത് പ്രകടിപ്പിച്ച് കൊണ്ടിരുന്നാൽ വീണ്ടും ദേഷ്യം വന്നുകൊണ്ടേയിരിക്കും. ഉറപ്പാണ്. അത് എന്ത് കാര്യമായിക്കോട്ടെ. ഞാൻ എപ്പോഴും പറയും, ഈ മറ്റേ സെക്സ് ഒക്കെ, ഞാനൊക്കെ ഈ മറ്റേ രാത്രി ആയി കഴിഞ്ഞാൽ ഡബ്ല്യൂ എന്നിട്ടിട്ട് ഇങ്ങനെ ബ്ലൂ ഫിലിം ഒക്കെ കാണുന്ന ഒരു വ്യക്തി. എന്നിട്ട് പറയും മീറ്റിങ്ങിന് വന്നിട്ട്, അയ്യോ എനിക്ക് സെക്സിൽ ഭയങ്കര പ്രശ്നമാണ്, അതൊന്നും എന്റെ വിട്ട് മാറില്ല. എവിടെ മാറാനാ? ഡെയിലി കണ്ടുകൊണ്ടിരിക്കല്ലേ, മാറുമോ? മാറൂല. ഇത് കാണരുത്. കൊണ്ടേറ്റ ടൈമിൽ മാറ്റി വെക്കുകയല്ല. എന്റെ മനസ്സിനെ ഞാൻ ഇന്ന് വേണ്ട, ഇന്ന് കാണണ്ട, ഓക്കെ, ഓ ദൈവമേ നന്ദി, ഇന്ന് കാണത്തില്ല. നാളെ രാവിലെ എണീക്കുന്നു, ഇന്ന് കാണുന്നില്ല. അങ്ങനെ ഓരോ സിഗരറ്റ് ആയിക്കോട്ടെ, വേണ്ടാത്ത എന്ത് സ്വഭാവങ്ങളായിക്കോട്ടെ, എന്റെ സ്വബോധത്തിനെ നഷ്ടപ്പെടുത്തുന്ന എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ സുഹൃത്തുക്കളെ, അതൊക്കെ ഒണ്ടേ അറ്റ് ടൈമിൽ മാറ്റി വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊക്കെ ദൈവം എടുത്തു മാറ്റുന്നുള്ളതിൽ ഒരു സംശയമില്ല. അങ്ങനെ ഞാൻ ഒന്റെ അറ്റ് ടൈമിൽ എടുത്തു മാറ്റി വെച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് ആദ്യത്തെ കവിൾ മദ്യത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ ദൈവം എടുത്തു മാറ്റുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷകരമായിട്ട് യാത്ര തുടരുകയാണ്. ഇന്ന് ഒരു കാര്യം കൂടി പറയാം, ആരെയും കുറ്റം പറയുന്നില്ല, അത്ര തന്നെ ഉള്ളൂ. കാരണം എല്ലാത്തിന്റെയും കാരണം ഞാനാണ്. അതാണല്ലോ ഇന്നത്തെ ടോപ്പിക്ക്. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാനിന്ന് ഈ സ്റ്റെപ്പിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കാനുണ്ടാകുന്ന കാരണം ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല. അപ്പോ എന്റെ ഏഹ് കർമ്മവിനയ്, ഞാൻ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിക്കുള്ള ഫലം ദൈവം ഇവിടെ തന്നെ തരും. അപ്പൊ അതുകൊണ്ട് ഇനി നല്ലത് ചെയ്യുക, നല്ല ഫലങ്ങൾ എതിർപ്പാർക്കുക, കണ്ടിപ്പാ അത് നല്ലത് കിട്ടും, ഉറപ്പാണ്. ചീത്തത് തന്നെ കിട്ടുക. ചീത്തത് ചെയ്താ ചീത്ത തന്നെ കിട്ടുള്ളൂ. നല്ലത് ചെയ്തിട്ട് ഒരിക്കലും ചീത്ത കാര്യങ്ങൾ കിട്ടൂല. ചീത്ത കാര്യങ്ങൾ ചെയ്തിട്ട് ഒരിക്കലും നല്ല കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ട് എന്താണോ നല്ലത് ചെയ്യുന്നത്, ഇപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും മോശപ്പെട്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ലത് വരികയാണെങ്കിൽ ഞാൻ ആർക്കെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കിട്ടുള്ളൂ. മാങ്ങാമരം വെച്ചാൽ മാങ്ങാതാ വരും, തേങ്ങാമരം വെച്ചാൽ തേങ്ങാതാ വരും എന്ന് പറയാം. അപ്പോ മാങ്ങാമരം വെച്ചിട്ട് തേങ്ങ മരം ഒന്നും വരൂല. അപ്പൊ അതുപോലെ എന്താണോ ചെയ്യുന്നത് അതിനുള്ള ഇത് കിട്ടും ഇവിടെ. അപ്പൊ അതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഏതായാലും സന്തോഷം സുഹൃത്തുക്കളെ. ഇതേപോലെ തന്നെ എന്താ പറയാ, ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമിലൂടെ മുന്നോട്ട് പോകാൻ ആ ഒരു വലിയ ശക്തി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും എനിക്കിങ്ങനെ കുറച്ചു നേരം സംസാരിക്കാൻ ഒരു അവസരം ഒതുക്കി തന്ന ജ്വാല കൂട്ടായ്മയ്ക്കും അതിലുള്ള സുഹൃത്തുക്കളോടൊക്കെ നന്ദി പറയാണ്, കേട്ട സുഹൃത്തുക്കൾക്കൊക്കെ. ഏതായാലും ഒന്നേ ഉള്ളൂ എല്ലാത്തിന്റെയും. ഇവിടെ ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായതാണ്, വേറൊന്നല്ല. ഇവിടെ ഇങ്ങനെ ആകാൻ എന്റെ ജീവിതത്തിൽ എന്ത് കാര്യം നടന്നാലും അതിന്റെ ഉത്തരവാദി ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. ആ ഒരു ചിന്ത തന്നെയാണ് എന്നെ ഇന്ന് നിലനിർത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫ്രീ ആയിട്ട് സന്തോഷവാനായിട്ട് ഇരിക്കുന്നത്. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവ് തന്നത് പ്രോഗ്രാമാണ്. അതുകൊണ്ട് ആ ഒരു പ്രോഗ്രാമിനെ നമുക്ക് എല്ലാവർക്കും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആ ഒരു വലിയ ശക്തി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും അവസരം തന്നെ കൂട്ടായ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇത്ര നേരം കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും സുബോധത്തിന്റെ നല്ല നാളുകൾ ഇനിയും തുടർന്നുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അனைவருக்கும் ഇനിയ ഇറവ് വണക്കം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി സുഹൃത്തുക്കളെ. താങ്ക് യു വെരി മച്ച്.